എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ അതിഥിയായിട്ടുള്ളത് പാസ്റ്റർ ഷിബു പീഡിയക്കലാണ്. പല പ്രാവശ്യം നമ്മുടെ ഈ ചാനലിൽ പാസ്റ്റർ ഷിബു പീഡിയക്കൽ വന്നിട്ടുണ്ട്, തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചേപ്പാട് കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടും ഹിജാബുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ്, ഇസ്ലാം വൽക്കരണം ഇതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പാസ്റ്റർ ഷിബു പീഡിയക്കലിനെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറേ, സ്വാഗതം. താങ്കളുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഏതാണ്ട് 3-4 മാസമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചാനലിൽ വന്ന് സംസാരിച്ചിട്ട് ഏതാണ്ട് 3-4 മാസങ്ങളായി. പാസ്റ്റർ നല്ല തിരക്കിലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഞാനിങ്ങനെ എല്ലാ ദിവസവും എൻ്റെതായിട്ടുള്ള ഈ പ്രോഗ്രാം ഉണ്ട്. ചില ആളുകൾ കാണുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. എങ്കിലും ആദ്യമായിട്ട് ഈ ചേപ്പാടൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്, കാരണം ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഈ ചേപ്പാട് പള്ളിയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചേപ്പാടുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അതായത് കുരിശ്, അവിടുത്തെ ഏതാണ്ട് 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്രൈസ്തവ സഭയുടെ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു കുരിശ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ഇത് പൊളിച്ചു കളഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പാസ്റ്റർ ഷിബു പീഡിയക്കലിന് പറയാനായിട്ടുള്ളത്? അതൊരു സങ്കീർണമായ ചോദ്യമാണ്. കാരണം ഈ 1000 വർഷം ആ കുരിശിന് പഴക്കമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇത് അഭ്യൂഹങ്ങള് പരത്തുന്നതാണ്. ആ കുരിശ് കാണുന്ന ആർക്കും അറിയാം അതിന്റെ നിർമ്മാണ രീതി, ആ കുരിശ് അവിടെ എറക്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ അത് 1000 വർഷം മുമ്പൊന്നുള്ള കുരിശല്ല, വൈകാരികമായിട്ട് അങ്ങ് പറയുന്നതാണ്. ഒരു 75-80 വർഷം മുമ്പ് തറയിട്ട ഒരു പള്ളി പോലും കേരളത്തിൽ ഇല്ലായിരുന്നു. എല്ലാ പള്ളിക്കകത്തും മണലൊക്കെയായിരുന്നു. പിന്നീടാണ് ഈ തറ തന്നെ ഇടാൻ തുടങ്ങിയത്. ഇന്നൊക്കെ ഇരിക്കുന്ന പല പള്ളികളും പുരാതന ദേവാലയമാണെന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കേരളത്തിൽ അങ്ങനെ പുരാതന നിർമ്മിതികളില്ല. ക്ഷേത്രങ്ങൾ പോലും പുരാതന ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇല്ല. കേരളത്തിലെ ഗുരുവായൂരോ ശ്രീപത്മനാഭ ക്ഷേത്രമോ പോലും പുരാതന ക്ഷേത്രമല്ല. പുരാതന ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിൽ പുരാതന ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോലും അത്ര പുരാതനമല്ലാതിരിക്കെ 500 വർഷത്തെ പഴക്കമുള്ളൂ ഗുരുവായൂർ അമ്പലത്തിന്. അവരുടെ ഐതിഹ്യപ്രകാരം 1000കണക്കിന് വർഷം ഉണ്ടെന്നൊക്കെ അവര് പറയും. ഐതിഹ്യം അങ്ങനെ പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ക്ഷേത്രങ്ങളാണ്. തമിഴ്നാട്ടിലാണ് തഞ്ചാവൂരൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ പുരാതന ക്ഷേത്രങ്ങളാണ്. അതുപോലെ ക്രിസ്ത്യൻ പള്ളികൾ എന്ന് പറഞ്ഞാൽ ഈ അങ്കമാലിക്ക് തെക്കോട്ടൊന്നും പുരാതന പള്ളികളില്ല. വടക്ക് ആണ് പഴയ പള്ളികളൊക്കെ ഉള്ളത്. അതിനും പുരാതനം എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ പള്ളികൾ. ഇപ്പൊ തെക്കുള്ള പള്ളികളൊക്കെ പ്രായണ പുതിയ പള്ളികളൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനൊക്കെ ഒരു കളർ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പറയുന്നു എന്നേ ഉള്ളൂ. അത്രയും പഴക്കമൊന്നുമില്ല. അല്ല, അതിൻ്റെ അകത്തെ ഈ പാസ്റ്റർ പറഞ്ഞ ആ ഒരു ആശയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഇടുക്കി ഇടുക്കി ജില്ല പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണ് കോതമംഗലം. കോതമംഗലത്ത് ഒരു ചെറിയ പള്ളിയുണ്ട്, മാർത്തോമ ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിക്ക് ഏതാണ്ട് 400-ലധികം വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ്. അപ്പം 75 വർഷം പഴക്കമുള്ള പള്ളികളെ ഇവിടെ ഉള്ളൂ എന്ന് പാസ്റ്റർ പറയുമ്പോൾ അത് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും? അല്ല, അത് എനിക്കത്ര വിശ്വാസം വരുന്നില്ല. കാരണം അതുപോലെ മുളന്തുരുത്തിയിൽ ഒരു പള്ളിയുണ്ട്. ഈ പള്ളി ഞാൻ പോയി കണ്ടിട്ടുണ്ട്. മുളന്തുരുത്തി ടൗണിൽ ഇരിക്കുന്ന ഒരു പള്ളിയാണ്. അത് ഓർത്തഡോക്സ് പള്ളിയാണോ യാക്കോ പള്ളിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത് ഓർത്തഡോക്സ് പള്ളിയാണെന്നാണ് ഞാൻ. ഇതിനൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ 75 വർഷം പഴക്കം ഈ പള്ളികൾക്കൊക്കെ ഉള്ളൂ എന്ന് പാസ്റ്റർ അത് എന്ത് അടിസ്ഥാനത്തിലായി പറയുന്നത്? ഈ നൂറ്റാണ്ടുകള് പഴക്കമുള്ള പള്ളികൾക്ക് എങ്ങനെയായി ഓട് വരുന്നത്? ഓടെന്ന് പറഞ്ഞ് ഇവിടെ മിഷണറിമാർ വന്നിട്ട്, മിഷണറിമാരാണ് ഇവിടെ ആദ്യം ഓട്
ഉണ്ടാക്കുന്ന ഓട്ട് ഫാക്ടറി ഒക്കെ വെക്കുന്നത്, നമ്മുടെ മേൽക്കൂര ഉണ്ടാക്കുന്ന ഓട്. അതിനു മുമ്പൊക്കെ ഇവിടെ ഓല മേഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ തള്ളി മറിക്കുമ്പോൾ നമുക്ക് ഭംഗിക്ക് തള്ളാമെന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും ഒരു വസ്തുതാപരമായിട്ട് നിലനിൽക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഈ ചേപ്പാട് പള്ളിക്ക് 1000 വർഷം പഴക്കമുള്ള പുരാതന പള്ളി ആയിക്കോട്ടെ, നമ്മൾ അവിടെ കുരിശ് എന്ന് പറഞ്ഞാൽ ഈ കുരിശ് തന്നെ ഒരു വഴിയാണെന്നാണ് യേശു കർത്താവ് പറയുന്നത്. അല്ലെ, ക്രിസ്ത്യൻ വിശ്വാസം തന്നെ ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു. അപ്പൊ അതിന്റെ ഒരു പ്രതീകമാണ് കുരിശ്. ഇപ്പൊ ആ കുരിശ് വഴി മുടക്കുക എന്ന് പറഞ്ഞാൽ വിരോധാഭാസമാണ്. വഴി തുറക്കേണ്ട സാധനം കൊണ്ട് വഴി മുടക്കുകയാണ്, വഴി അടക്കുകയാണ്. അപ്പൊ അത് ആ സഭക്കാർ കാണിക്കുന്നത് വൃത്തികേടാണ്. ക്രിസ്തീയ സാക്ഷ്യം കേരളത്തിൽ നഷ്ടപ്പെടുത്തുകയാണ്. അത് നമ്മൾ ചരിത്രഗതിയിൽ പൃഷ്ഠം തിരിഞ്ഞു നിൽക്കുന്ന പോലെയുള്ളൊരു കാര്യം അവർ ചെയ്യുന്നത്. ആ സഭയുടെ ചുമതലക്കാർക്ക് സുബോധം ഉണ്ടാകട്ടെ, അവർ നേരായിട്ട് ചിന്തിക്കട്ടെ എന്ന് എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ഒരാൾ ഇപ്പൊ എറണാകുളത്ത് എടപ്പള്ളിയിലെ ഒരു പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളി. ഇപ്പൊ മാറി വരുന്ന ഒരു സർക്കാരിന് തോന്നുക ആ എടപ്പള്ളി പള്ളിയുടെ നടുക്കോടെ ഒരു എണ്ണച്ചങ്ങ് പണിയണം. ഒരു എണ്ണച്ചങ്ങ് പണിയണം എന്ന് ഒന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ആ പള്ളിയോട് വിരോധമുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ ചില സംഘടനകളുണ്ട്. അപ്പൊ ഇവര് തീരുമാനിക്കുകയാണ് എടപ്പള്ളി പള്ളി ഇരിക്കുന്നതിന്റെ നടുക്കോടെ ഒരു എണ്ണച്ചങ്ങ് പണിതേക്കാം. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു പള്ളി പണിതതിന് ശേഷം പള്ളിയുടെ പരിസരവുമായി ബന്ധപ്പെട്ടല്ലേ വികസനം ഉണ്ടായത്. ഇപ്പൊ ടൗൺ ആയാലും ഏത് പ്രദേശമായും വികസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പള്ളിയുടെയോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെയോ ചുറ്റുവട്ടവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇത് വികസിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു പള്ളി പൊളിച്ചു കളയുക? അത് മാത്രമല്ല, ഇനിയിപ്പോ നാളെ ഒരു ഗവൺമെന്റ് വന്നിട്ട് തീരുമാനിക്കുകയാണ് ഈ എടപ്പള്ളി പള്ളിയുടെ നടുക്കോട് ഒരു റോഡ് പോകണം, കാരണം അങ്ങനെ പോയാൽ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പള്ളി പൊളിച്ചു കളയേണ്ടതായിട്ട് വരില്ലേ? അപ്പൊ ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും പുരാതനമായിട്ടുള്ള ഈ പള്ളിയുടെ കുരിശ് പൊളിച്ചു കളയുക എന്നുള്ളത്? ഈ വഴി മാറ്റി പണിയാൻ പാടില്ലേ? ഇത് ഒരു ന്യായമായ ഒരു ചോദ്യമല്ലേ? പഴയ നിർമ്മിതികളും പുരാതനമായിട്ടുള്ള നമ്മുടെ ഓർമ്മകളും അത് മാത്രമല്ല ക്രൈസ്തവ പൈതൃകവും പാരമ്പര്യവും ഇത് നിലനിർത്തുക എന്നുള്ളത് പാസ്റ്ററെ പോലുള്ള ആളുകളും എന്നെ പോലുള്ള ആളുകളുടെയും കൂടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ലേ? അപ്പൊ പിന്നെ ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയായ ഒരു നടപടിയാണോ? അല്ല, അത് ഈ ചേപ്പാട് പള്ളി നിർദ്ദിഷ്ട പാത അതേ രൂപത്തിൽ വന്നിരുന്ന ഈ പള്ളി പോയനെ. അപ്പൊ അന്ന് 2018 ഈ ബഹളം ഉണ്ടായത്. അന്ന് ഈ പള്ളി പൊളിച്ചു കളയണം, ആ പാത ശരിയായ രീതി വരുമ്പോ ഈ പള്ളി പോയൻ. പിന്നീട് അതിന് സമ്മർദ്ദം ഉണ്ടായി, പ്രതിഷേധം ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ പാത ഒത്തിരി അവർ മാറ്റി. നേരെ ഓപ്പോസിറ്റ് സൈഡിലൊരു യാക്കോബ പള്ളി ഉണ്ട്. അപ്പൊ ഈ വഴിയുടെ വീതി ആ സൈഡിലോട്ട് എടുത്തപ്പോ യാക്കോബ പള്ളി കംപ്ലീറ്റ് പോയി. അപ്പൊ യാക്കോബ പള്ളി കംപ്ലീറ്റ് പോയിട്ടും കുറച്ച് വന്നപ്പോഴാണ് ഇവരുടെ ഈ കുരിശ് മാത്രം പോകുന്നത്. അതായത് പരമാവധി അവര് മാറ്റാവുന്നിടത്തോളം മാറ്റി. അല്ലാതെ ഇത് ഓൾ ഓഫ് എ സഡൻ വന്ന് കുരിശ് പൊളിച്ചതല്ല. ഇത് 2018 തൊട്ട് അറിയാവുന്ന കാര്യമാണ്. 7 വർഷം മുമ്പ് തൊട്ട് പറയുന്ന കാര്യമാണ്. എന്നിട്ട് അവര് പരമാവധി അവര് മാറ്റിയാണ് ഇത് പണിതിരിക്കുന്നത്. അവരെല്ലാവിധ ഔദാര്യവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അൺഅവോയ്ഡബിൾ ആണ്. ആ കുരിശ് നീക്കിയേ പറ്റൂ. അപ്പൊ മനുഷ്യവർഗത്തിന് അനുഗ്രഹമായി തീരേണ്ട ഒരു പ്രതീകമായിട്ട് വെച്ചിരിക്കുന്ന കുരിശ് ഇപ്പോ ഒരു ശാപവും വഴിമുടക്കിയൊക്കെ ആയിട്ട് ഈ ഓർത്തഡോക്സുകാർ അവതരിപ്പിക്കുകയാണ്. അപ്പുറത്ത് യാക്കോബക്കാരുടെ പള്ളി കംപ്ലീറ്റ് പോയെന്ന് ഓർക്കണം. അപ്പം നെപ്പോളിയൻ യുദ്ധമുന്നണി സന്ദർശിച്ച് പറഞ്ഞു തല പോയവരൊക്കെ മിണ്ടാ കിടക്കുന്നുണ്ട്, ഈ വിരല് പോയാൽ കിടന്ന് കാർന്ന് എന്തിനാന്ന് ചോദിച്ച പോലെ ഈ അപ്പുറത്ത് പള്ളി തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഈ കുരിശ് പോയാൻ നിലവിളിക്കുകയാണ്. സത്യത്തിൽ ഈ കുരിശിന്റെ അർത്ഥം തന്നെ ഒരു പുതുവഴി എന്നുള്ളതാണ്. പുതിയ വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നതാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നവരെ ആദ്യകാലത്തൊക്കെ മാർഗക്കാർ എന്നാ വിളിച്ചിരുന്നു. ഇംഗ്ലീഷിൽ ദ വേ എന്നാ പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ഒരു പേരാ ദ വേ, മാർഗക്കാർ. അതുകൊണ്ട് മാർഗം കൂടിയവർ എന്ന അർത്ഥത്തിൽ ക്രിസ്ത്യാനി ആകുന്നവരെ മാർഗം കൂടി എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളുടെ കലാരൂപം മാർഗം കളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വഴി ഉണ്ടാക്കുന്നവരാണ്, വഴി തുറക്കുന്നവരാണ്, വഴി വീതി കൂട്ടുന്നവരാണ്. 35 അധ്യായം 8-ാം വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞൊരു വിശുദ്ധ വഴി ഉണ്ടാകും, വലിയതും വിശാലവുമായ വഴി ഉണ്ടാകും, പ്രവചനമാണ്. അപ്പൊ വഴികളെ തുറക്കേണ്ടവരാണ് ക്രിസ്ത്യൻസ്. യേശുവിന്റെ പേര് തന്നെ വഴിയെന്നാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുരിശ് തന്നെ വഴി തുറക്കാനുള്ളതാണ്. അപ്പൊ വഴി തുറക്കേണ്ട കുരിശ് കൊണ്ട് വഴി മുടക്കുന്ന ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് യേശുവിന്റെ കുരിശല്ല, കള്ളന്റെ കുരിശാണെന്ന് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഗോകുൽത്തായിൽ 3 കുരിശുണ്ടല്ലോ.
അപ്പൊ യേശുവിന്റെ കുരിശാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും, അത് സമാധാനമായിരിക്കും, അത് നാട്ടുകാർക്കൊക്കെ പ്രയോജനമായിരിക്കും. ഇത് ഭാവിയെ ഇരുളാക്കുന്ന, വികസനത്തെ തടയുന്ന, വഴി മുടക്കുന്ന ഒരു കുരിശെന്ന് പറയുമ്പം മിക്കവാറും അത് അപ്പുറത്ത് കിടന്ന കള്ളന്റെ കുരിശായിരിക്കും ഇവരെടുത്ത് വെച്ചിരിക്കുന്നുള്ളതാണ്. ഈ ചേപ്പാടുകാർ വെച്ചിരിക്കുന്ന കുരിശ് കള്ളന്റേതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് പാസ്റ്റർ മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് പുരാതന നിർമ്മിതികൾ, അത് മാത്രമല്ല ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തിന്റെ സഭയുടെ പൈതൃകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വികസനം ഉണ്ടായാൽ നാളെ ഇവിടെ കേരളത്തിലുള്ള ഒരൊറ്റ ക്രൈസ്തവ ദേവാലയങ്ങളോ അല്ലെങ്കിൽ ഹിന്ദു ദേവാലയങ്ങളോ കാണുകയല്ലോ ഇങ്ങനെ വികസനം വന്നു കഴിഞ്ഞാൽ. ആളുകൾ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പലരുടെയും കമന്റുകൾ കേട്ടു. അല്ല, റോഡ് വരുന്നതിന് എന്തിനാണ് പള്ളി തടസ്സം നിൽക്കുന്നത്, കുരിശ് തടസ്സം നിൽക്കുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ പാരമ്പര്യ അല്ലെങ്കിൽ പൈതൃകമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ ആണ്, ഇസ്ലാമിന്റെ ആണെങ്കിലും അത് സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുള്ളതല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ നാളെ ഇപ്പൊ പറയാ താജ്മഹലിന്റെ നടുക്കോട് റോഡ് വെട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഈ വഴി മാറ്റിവിടാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത്രയും പഴക്കമുള്ള 1000 വർഷം പഴക്കമുള്ള ഒരു കുരിശ് അത് ബോധപൂർവം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് വരുന്ന തലമുറയ്ക്ക് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും കാണാനും ഒക്കെ ഈ ഇതുപോലുള്ള നിർമ്മിതികൾ ആവശ്യമല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ നാഗർകോവിലാണോ ഏതോ ഒരു പ്രദേശത്ത് നമ്മുടെ പണ്ടത്തെ രാജാവ് പണിത ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റ് ബുൾഡോസർ വെച്ച് ഇടിച്ചു കളഞ്ഞു. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ഇതൊക്കെ ചരിത്രം ഉറങ്ങുന്നതല്ലേ? ഈ കുരിശ് 1000 വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്ന ഈ കുരിശൊക്കെ ചരിത്രം ഉറങ്ങുന്നതല്ലേ? പക്ഷെ ഇത് വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർമ്മിതികളെല്ലാം ഇടിച്ചു കളയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങളോ ഹിന്ദു ദേവാലയങ്ങളോ ഇസ്ലാമിന്റെ മോസ്കുകളോ വല്ലതും നിലനിൽക്കുമോ? പാസ്റ്റർ ഞാൻ ആ ചോദിച്ച പോയിന്റിൽ പാസ്റ്റർ അതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു 1000 വർഷം പഴക്കം ഇല്ല. ഈ ഇരിക്കുന്ന കുരിശിന് ഒരു 65 വർഷത്തെ പഴക്കേ ഉള്ളൂ. 1000 വർഷമൊന്നും പഴക്കമില്ല. ഇത് ചുമ്മാതെ 1000 വർഷം പഴക്കമുള്ളതാണെന്ന് അവകാശപ്പെടുന്നതാണ്. 1000 വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതി എവിടെയില്ല. ചുമ്മാ ആർക്കാണ് തള്ളിമറിക്കാൻ പറ്റാത്തത്? യാഥാർത്ഥ്യം അതാണ്, യാഥാർത്ഥ്യം. മനസ്സിലായോ? പക്ഷേ ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടതാണ്. അവിടത്തെ അതിന്റെ അച്ഛന്മാരുടെ ബൈറ്റും കേട്ടതാണ്. പക്ഷെ അവര് കൃത്യമായിട്ട് പറഞ്ഞു. തന്നെയല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞാനിത് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞപ്പോ AD 950 പണിത ക്ഷേത്രമാണിത്, അല്ല പള്ളിയാണിത്, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്. അത് ആരംഭിച്ചത് 1950 ഇന്നേക്ക് നോക്കുമ്പോ ഏതാണ്ട് 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അപ്പൊ ഒരു ഓർത്തഡോക്സ് ഫെയ്ത്ത് വിശ്വാസിയായ ഒരു പാസ്റ്റർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം പൊതുജനം എന്ത് ചിന്തിക്കും? ശരിക്കും പറഞ്ഞാൽ പാസ്റ്റർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ആളല്ലേ, പക്ഷെ പാസ്റ്റർ ഇതിനെ എഗനസ്റ്റ് എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലല്ല, ഈ ഓർത്തഡോക്സ് വിശ്വാസം എന്ന് പറയുന്നത് തന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യരുടെ പുരോഗതിയും മനുഷ്യവർഗത്തിന്റെ നന്മയുമാണ് ഈ ഓർത്തഡോക്സ് ഫെയ്ത്തിന്റെ കാതൽ. അപ്പൊ നമ്മുടേതായിട്ടുള്ളതൊന്നും മനുഷ്യവർഗത്തിന് തടസ്സമാകരുത്, അവരുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. അപ്പം ലോകത്തിന്റെ സമാധാനത്തിനും ലോകത്തിന്റെ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഓർത്തഡോക്സ് പിതാക്കന്മാർ. അവര് അല്ലാതെ ലോകത്തിന് ഒരു മാർഗതടസ്സം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഒരു കുരിശ് സംരക്ഷിക്കുക, ഈ കുരിശിൽ തൂങ്ങിയവൻ ഇങ്ങനെ പ്രതികാര നടപടിയോ പ്രതിഷേധ നടപടിയോ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ലല്ലോ. അപ്പൊ കുരിശിൽ തൂങ്ങിയവന്റെ സ്വഭാവം വേണ്ട കാണിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞു, ഇവരാ കള്ളന്റെ കുരിശായിരിക്കും വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കത്തില്ല. ഞാൻ ചോദിക്കുന്ന പർട്ടിക്കുലർ ചോദ്യത്തിന് പാസ്റ്റർ മറുപടി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇത്രയും പുരാണമായ പാസ്റ്റർ പറഞ്ഞ 65 വർഷം എന്ന് പറഞ്ഞു. അവിടെയുള്ള അച്ഛന്മാരും വിശ്വാസികളെല്ലാം പറയുന്നത് ഇത് 1000 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ നിർമ്മിതികൾ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഒരിക്കലും അല്ല. കാരണം നമ്മൾ ഭാവിയെ പറ്റിയാണ് നോക്കേണ്ടത്. ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ മാസം കേരളത്തിൽ പോയായിരുന്നു. കേരളത്തിലെ യാത്രാ ദുരിതം എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ യാത്ര ചെയ്യാൻ. അവിടെയൊക്കെ ഇടുങ്ങിയ വഴികളും ഒരുപാട് വണ്ടികളും വളരെ അശാസ്ത്രീയമായ ട്രാഫിക്കും ഒക്കെ ആയിട്ട് വളരെ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പം നമ്മുടെ ഭാവിയിലേക്ക് നല്ല വഴികൾ വേണം. അപ്പം വീതിയുള്ള വഴി വരുമ്പോ
നിന്നോട് ചോദിക്കുന്നവരോട് നിന്റെ വസ്ത്രം നിന്നോട് ചോദിക്കുന്നവരോട് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കണമെന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചേ. അപ്പൊ ഈ കുരിശ് എടുത്തോട്ടെ, ഞങ്ങൾ വഴി വീതി കൂട്ടട്ടെ എന്ന് ചോദിക്കുന്നവരോട് കുരിശ് തന്നെയല്ല പള്ളിയുടെ മുഖാരം കൂടെ എടുത്തോ എന്ന് പറയുമ്പോഴാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാകുന്നത്. അല്ലാതെ കുരിശെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവനെടുത്ത ക്രിസ്തു ശിഷ്യനാ. ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, നിന്നോട് വസ്ത്രം ചോദിക്കുന്നവന് നീ നിന്റെ പുതപ്പും കൂടെ കൊടുക്കണം. ഇത് കർത്താവിന്റെ ഉപദേശമാണോ അല്ലയോ? അപ്പൊ ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ കുരിശൊന്ന് മാറ്റട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുരിശാക്കുന്നത് എന്തിനാ? പള്ളിയുടെ മുഖാരം കൂടെ എടുക്കും, നല്ല രീതിയിൽ പോട്ടെ എന്ന് പറയുമ്പോഴാണ് അത് ഓർത്തഡോക്സ് സഭയാകുന്നത്. മനസ്സിലായോ? അത് എന്ത് മറുപടിയാ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പാസ്റ്റർ? എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വികസനം തുടങ്ങിയ പിന്നെ കേരളത്തിൽ ഏതെങ്കിലും പള്ളിയോ അല്ലെങ്കിൽ പുരാതന നിർമ്മിതികളോ അമ്പലങ്ങളോ മോസ്കുകളോ നിലനിൽക്കുമോ എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ പള്ളി, അത് യേശു അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവിടെ വഴി വെട്ടാൻ വരുന്ന യേശു അടിച്ചു ഓടിക്കുന്നു? യേശു ഞങ്ങൾ ഈ വഴി വീതി കൂട്ടുവരിക, ഈ കുരിശൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഞങ്ങള്, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, ക്രിസ്തുവിന്റെ മനസ്സ് ഞങ്ങൾക്കുണ്ട്, ഇതൊക്കെയല്ലേ അപ്പോസ്തലൻ പഠിപ്പിച്ചേ. അപ്പോ വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഈ ആളുകൾക്ക് സംബന്ധിച്ച് they don't have the mind of Christ. ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. കാരണം അവിടെ അങ്ങനെ ഒരിക്കലും, കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മാർഗക്കാർ എന്നാണ് അവരുടെ പേര്, മാർഗം കളി. അപ്പൊ ഈ മാർഗക്കാർ മാർഗം മുടക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഈ വഴിയെല്ലാം വെട്ടി, നിങ്ങളുണ്ടോ വഴിയച്ഛൻ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ ഒരു അച്ഛനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? പുള്ളി എല്ലായിടത്തും വഴി വെട്ടാൻ വേണ്ടി പോയി പുള്ളി വഴിയച്ഛനെ വിളിച്ചോണ്ടിരുന്നു. ഈ തുമ്പ റോക്കറ്റ് ഗവേഷണ കേന്ദ്രം പണിയാൻ നേരത്ത് അവിടെ ഒരു സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ പകുതി പോകുമെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിച്ചെന്ന് അധികാരികൾ പറഞ്ഞപ്പോ ഇടവക്കാരെ അച്ഛനോട് സന്തോഷം പറഞ്ഞു, പള്ളി മുഴുവൻ പൊളിച്ചോളാൻ പറഞ്ഞു. ആ ഒരു പള്ളി അപ്പാടെ പൊളിച്ചു മാറ്റിയിട്ടാണ് അവിടെ ഈ റോക്കറ്റ് ഒക്കെ ഇവിടുന്ന് കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാക്ഷ്യം ക്രൈസ്തവർ ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളിലുള്ള ആ നല്ല സാക്ഷ്യത്തെ നശിപ്പിക്കുന്ന പരിപാടി ഇപ്പൊ ചേപ്പാട്ട് നടന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് പൊതുവെ ഒരു സാക്ഷ്യമുണ്ട്, അവർ പുരോഗമനാശയമുള്ളവരാണെന്നും നാടിന്റെ നന്മയ്ക്ക് കൂടെ നിൽക്കുന്നവരാണെന്നും ഒക്കെയുള്ള ഒരു ഇമേജ് മാറ്റിയിട്ട് വളരെ പ്രാകൃതരും പിന്നോക്കക്കാരും പുരോഗതിയുടെ പാതയിൽ പൃഷ്ഠം തിരിഞ്ഞു നിൽക്കുന്ന ആളുകളും ഒക്കെ ആണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. അത് വളരെ തെറ്റാണ്. ക്രൈസ്തവർ ഒറ്റക്കെട്ടായിട്ട് ഈ ചേപ്പാട് വിഷയത്തില് ഈ ഓർത്തഡോക്സുകാർ എടുത്തിരിക്കുന്ന നിലപാടിനെ അപലപിക്കണം. ആ കുരിശ് പൊളിച്ച് അവിടെ വഴി പണിയണം. അതാണ് ശരിയായ രീതി. അല്ലാതെ ആ കുരിശ് അവിടെ സംരക്ഷിക്കുന്നുണ്ട് ക്രിസ്തുവിനും അപമാനമാണ്, ക്രിസ്ത്യാനിറ്റിക്കും അപമാനമാണ്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ട് ആ കുരിശ് അവിടെ നിലനിർത്തിയേക്കാം, പക്ഷേ അത് എന്നും ഒരു കറുത്ത പാടായിരിക്കും ക്രിസ്ത്യാനിറ്റിക്ക്. അത് പൊളിച്ചു നീക്കുന്നതാണ് ക്രിസ്ത്യാനികൾക്ക് നല്ലത്. ലോകത്തിലെ ഏതു ഭാഗത്തും പുരാതന നിർമ്മിതികളെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സമീപനമുണ്ട്. അത് ക്രൈസ്തവ ദേവാലയമാണ്, ഹിന്ദു ക്ഷേത്രങ്ങളാണെങ്കിലും. പക്ഷേ അടുത്ത ഒരു ചോദ്യം, ഈ 1000 വർഷം പഴക്കമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ഈ കുരിശ്, ഇത് ഇവര് തന്നെ പൊളിച്ചു മാറ്റിയില്ലായിരുന്നു. പിന്നെ ഗവൺമെന്റ് എന്തിനാണ് രാത്രിക്ക് രാത്രി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് ഈ കുരിശ് പൊളിച്ചു കളയാനുള്ള കാരണം എന്താ? ഈ ഇതിനെപ്പറ്റി 2018 മുതൽ ഈ അമേരിക്കയിൽ ഇരിക്കുന്ന എനിക്കറിവുണ്ട്. അപ്പൊ ചേപ്പാടുകാർ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുത്ത അവിടെ എല്ലാം മാർക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്, അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ആ പള്ളിക്ക് പൊതുയോഗം കൂടി നമുക്ക് കുരിശ് ഉചിതമായിട്ട് മാറ്റി സ്ഥാപിക്കണം എന്ന് തീരുമാനമെടുത്ത് അവർക്ക് അത് മാന്യമായിട്ട് മാറ്റി സ്ഥാപിക്കാം. അവരത് ചെയ്തില്ലല്ലോ. ചെയ്യാത്ത സ്ഥിതിക്കല്ലേ അത് പൊളിച്ചത്. അപ്പം ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കണം, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. റോമാലേഖനം 13 അധ്യായത്തിൽ പൗലുസ്ലീഹ ഉത്ബോധിപ്പിക്കുക. ഈ ഓർത്തഡോക്സ് പള്ളിയിലെ പൗലുസ്ലീഹ ധന്യം ചൊൽകട്ടെ നീ ദേവെന്ന് പാട്ട് പാടും എല്ലാ കുർബാനയ്ക്കും. അപ്പൊ ഈ പൗലുസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം, സമാധാനം ഉണ്ടാക്കണം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രബോധനങ്ങളാണ് ക്രിസ്തീയ പ്രബോധനം. ഇപ്പൊ ക്രിസ്ത്യാനികൾ ലോകത്തിന് വെളിച്ചവും ഭൂമിക്ക് ഉപ്പുമായിട്ടിരിക്കേണ്ട ആളുകൾ കലഹം ഉണ്ടാക്കുന്നവരായിരിക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുള്ളപ്പോ ഈ ഗവൺമെന്റ് അവിടെ അക്വയർ ചെയ്തെങ്കിൽ അതിനോട് യോജിച്ച് അത് സമാധാനമായിട്ട് പൊളിച്ചു നീക്കണം. അങ്ങനെ ഈ പൊളിച്ചു നീക്കാത്തിടത്തോളം കാലം പിന്നെ അത് ക്രിസ്തുവിന്റെ കുരിശായിരിക്കില്ല, അത് കള്ളന്റെ കുരിശാണ്. പക്ഷെ അത് കള്ളന്റെതാണ്. കള്ളന്റെ കുരിശ് പൊളിക്കുന്ന JCB വെച്ച് പൊളിക്കുന്നതുകൊണ്ട് തെറ്റില്ല.
ഒരു ഓർത്തഡോക്സുകാരനായ ഒരു പാസ്റ്റർ ഇങ്ങനെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പാസ്റ്റർ പറയുന്നത് എന്താണ്. എൻ്റെ ഒരു ചോദ്യം, ഈ സിറിയയിലും ഇറാഖിലും ഈ പ്രദേശങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഇസ്ലാം വൽക്കരണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്ത പരിപാടി കുരിശ് തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് സിറിയയിലും മറ്റ് ഇറാഖിലും മറ്റ് ഈ പ്രദേശങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹം എവിടെയുണ്ടോ അവിടെ ആദ്യം തകർത്തത് ക്രൈസ്തവ ദേവാലയങ്ങളല്ല, ക്രൈസ്തവ കുരിശുകളാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത്? അത് നിശ്ചയമായിട്ടും കുരിശ് എന്ന ഒരു പ്രതീകം ഈ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് അലോസരം ഉണ്ടാക്കുന്നതാണ്. അത് പരമാവധി ഒരു ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കും. ഇപ്പൊ ഈ അറേബ്യ രാജ്യങ്ങളിലൊക്കെ തന്നെ കുരിശ് പരസ്യമായിട്ട് വെക്കാൻ അവർ സമ്മതിക്കുകയില്ല. നമ്മളൊരു പള്ളി വെച്ചാലും പള്ളിയുടെ പുറത്ത് കുരിശ് വെക്കത്തില്ല. കുരിശിനെ പിശാചിന് പേടിയാന്ന് പറയുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ പെന്തക്കോസ്തുകാർക്കും കുരിശ് വെക്കുന്ന ഇഷ്ടമില്ല, കുരിശിനോട് വിരോധമാണ്. കാരണം ഈ ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചു എന്നാണ് കൊലാസിലേനത്തിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ കുരിശിനെ പിശാചിന് പേടിയാണ്. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർക്ക് അവര് ന്യായപ്രമാണ താല്പര്യരായതുകൊണ്ടാണ് കുരിശിനെ എതിർക്കുന്നത്. അത് വസ്തുതയാണ്. പക്ഷെ ഇവിടുത്തെ സംഭവം ഇത് സർക്കാരിന്റെ വഴി വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ലേ. പിന്നെ നമ്മള് കുരിശിന്റെ അർത്ഥം എന്താണെന്നും കുരിശിന്റെ മൂല്യം എന്താണെന്നും കുരിശ് നൽകുന്ന സന്ദേശം എന്താണ്, കുരിശ് അനുരഞ്ജനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് സന്ദേശം ഇവിടെ നൽകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചേപ്പാട് ഈ കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ വൈദികന്മാരും മെത്രാന്മാരും ഈ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഈ വിഷയങ്ങൾ ഇത് തെറ്റാണെന്നാണോ പാസ്റ്റർ പറയുന്നത്? കാരണം അവര് ഇത് പൊളിച്ചത് ശരിയായില്ല, ഇത് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് മാറ്റി സ്ഥാപിക്കുമായിരുന്നു എന്നുള്ള. അപ്പൊ ഇതിനെ ഇവരുടെ ഈ വൈദികരുടെയും ഈ ബിഷപ്പ്മാരുടെയും ഈ വാദഗതികളെ എല്ലാം തള്ളിക്കൊണ്ടാണ് ഒരു ഓർത്തഡോക്സുകാരനായ പാസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, ഈ ഓർത്തഡോക്സുകാർക്ക് അറിവില്ലായിരുന്നു ഇവിടെ വഴി വരിക എന്നുള്ളത്. പെട്ടെന്ന് വന്നവര് പൊളിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്നല്ല അപലപിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ചേപ്പാട് പള്ളിയും ഹൈവേ വികസനവുമായിട്ടുള്ള ആ കാര്യങ്ങൾ 2018 തൊട്ട് എനിക്കറിവുണ്ട്. ഞാൻ അതേപ്പറ്റി കേൾക്കുകയും പല ആളുകളും ചേപ്പാടുകാർ തന്നെ എന്നോട് സംസാരിക്കുകയും ആ വിഷയത്തിൽ ഞാൻ ആക്റ്റീവായിട്ട് നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നതാണ്. അന്ന് തൊട്ടേ എന്റെ നിലപാട് അത് എന്ത് നഷ്ടം വന്നാലും വഴിയാണ് വരേണ്ടത് എന്നുള്ള എന്നോട് സംസാരിച്ചിട്ടുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അവരൊന്നും എന്നെ, കാരണം എന്റെ നിലപാട് അതാണെന്ന് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2018 തൊട്ട് എനിക്ക് അറിവുള്ള ഒരു കാര്യം ഈ മെത്രാന്മാരൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയല്ലേ. ഞാൻ എങ്ങനെ പിന്നെ അറിഞ്ഞു? അപ്പൊ അത് ഗവൺമെന്റിന്റെ പക്ഷത്ത് നിന്ന് വീഴ്ചയൊന്നും വന്നിട്ടില്ല. ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ ഓർത്തഡോക്സ് വൈദികന്മാരും മെത്രാപ്പോലിത്തന്മാരും എടുത്ത സ്റ്റാൻഡ് തെറ്റാണെന്നാണോ പാസ്റ്ററുടെ അഭിപ്രായം? നിശ്ചയമായിട്ടും അവര് തെറ്റാണെന്നല്ല, അവരുടെ ഒരു സ്വകാര്യ ട്രസ്റ്റ്. പലപ്പോഴും ഓർത്തഡോക്സുകാർ പറയും ഞങ്ങളുടേത് ഒരു ട്രസ്റ്റാണ്, ഈ ഓർത്തഡോക്സ് സഭ ഒരു ട്രസ്റ്റാണ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ ശരിയാണ്. കാരണം സ്വത്ത് സംരക്ഷണമാണ് അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതൊരു സഭയാണ് എങ്കിൽ അവർ ചെയ്തത് തെറ്റാണ്. അപ്പൊ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് ഒരു ചർച്ചാണോ ട്രസ്റ്റ് ആണോ എന്നുള്ളത് അവർ വ്യക്തമാക്കണം. അവരുടെ മെത്രാന്മാരും അച്ഛന്മാരും പലതവണ പത്രസമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ ആ വീഡിയോ അവൈലബിൾ ആണ്. ഇതൊരു ട്രസ്റ്റ് ആണ്. അപ്പൊ അതൊരു ട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് ശരിയാണ്. കാരണം ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റിന്റെ സ്വത്തുക്കളിൽ ഒരു തരി മണ്ണ് പോലും പോകാതെ സംരക്ഷിക്കേണ്ടത് ട്രസ്റ്റിമാരുടെ ചുമതലയാണ്. തങ്ങളിൽ നിക്ഷിപ്തമായ ആ കടമ അവർ നിർവഹിക്കുന്നു എന്ന അർത്ഥത്തിൽ സമരം ചെയ്യാം, എതിർക്കാം. പക്ഷെ അതൊരു ചർച്ച ആണെങ്കിൽ, അതൊരു സഭയാണെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല. ക്രിസ്തുവിന്റെ സന്ദേശം, ക്രിസ്തുവിന്റെ സാക്ഷ്യം ലോകത്തിന് കൊടുക്കേണ്ടവരാണ്. ഒരു നാട്ടിലുണ്ടാകുന്ന വികസനത്തിനെ എതിർത്തുകൊണ്ട് വികസന വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അതാരായിരുന്നാലും അത് ക്രൈസ്തവ സാക്ഷ്യം അല്ല നൽകുന്നത്. അപ്പൊ ഓർത്തഡോക്സ് സഭ ഒരു സഭയല്ല, ഒരു ട്രസ്റ്റ് ആണെന്നാണോ പറയുന്നത്? ഞാനല്ല, അവര് തന്നെ പറയുന്ന 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. സെയിം കാര്യം പല അച്ഛന്മാരും പല മെത്രാന്മാരും പറയുന്നത്. ഞാൻ വേണേ സാജു പാസ്റ്റർക്ക് എടുത്തു തരാം.
അല്ല ഇതൊരു അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റ് ആണെന്ന് അല്ല ഞാൻ ഈ നിമിഷം വരെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞ ഒരു സഭയാണെന്നാണ് മനസ്സിലാക്കിയത്. നോ അങ്ങനെ അവര് പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് ഇതൊരു ട്രസ്റ്റ് ആണ്. അങ്ങനെ തന്നെ അവരുടെ മെത്രാച്ചൻ പറയുന്ന വീഡിയോ ഉണ്ട്, അച്ഛൻ പറയുന്ന വീഡിയോ ഉണ്ട്, വൈദിക ട്രസ്റ്റി പറയുന്ന വീഡിയോ ഉണ്ട്, അവരുടെ അൽമായ ട്രസ്റ്റി പറയുന്ന വീഡിയോ, ഇവരെല്ലാം പറയുന്നത് ഇതൊരു ട്രസ്റ്റ് ആണ്. അപ്പൊ ഓർത്തഡോക്സ് സഭ ഒരു ക്രൈസ്തവ സഭയല്ല. ഒരിക്കലും അല്ല. അവര് പറയുന്നുണ്ട് ഇതൊരു ട്രസ്റ്റ് ആണ്, ക്രിസ്തീയ സഭയല്ല, അതൊരു ട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അവര് ഇത് ചെയ്യുന്നത്. അതായത് ഓരോ ട്രസ്റ്റുകളുണ്ടല്ലോ, ഇപ്പം ദാക്ഷായണി സ്മാരക ട്രസ്റ്റ്, അങ്ങനെ പല പല ട്രസ്റ്റ്, അതുപോലെ ഒരു ട്രസ്റ്റ് ആണിത്. അതുകൊണ്ട് ആ ട്രസ്റ്റിലെ അംഗങ്ങൾ അതിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകും. അതിന്റെ ഒരു പരാക്രമം കണ്ടേ. അതൊരിക്കലും ഒരു ക്രിസ്തീയ സഭയല്ല. ഞാൻ പറഞ്ഞല്ല, അവര് പറയുന്ന അവരുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഷിബു പാസ്റ്റർ പറയുന്നത് ഓർത്തഡോക്സ് സഭ ഒരു ക്രൈസ്തവ സഭ അല്ല എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് ഷിബു പാസ്റ്റർക്ക് മനസ്സിലായതെന്നാണ് പറയുന്നത്. അതൊരു അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം, ഈ സഭ ഉണ്ടോ നിലവിൽ? ഏതെങ്കിലും ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പ്രസ്ഥാനത്തെ ഒരു സഭയായിട്ട് പറയാൻ പറ്റുമോ? അല്ലാതെ നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് പോവല്ലേ? അല്ല അങ്ങോട്ട് പോവല്ല, ജസ്റ്റ് അതിന് ഇത്രയും പറഞ്ഞപ്പം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഒരു സഭയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ആദ്യത്തെ അറിവാണ്. കാരണം ഞാനതൊരു സഭയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ പാസ്റ്ററുടെ നിഗമനത്തിൽ ചർച്ച ഏതാണ്, സഭ ഏതാണെന്നാണ് എന്റെ ഒരു ചോദ്യം. ഇപ്പൊ ഈ ലോകത്തിലുള്ള കത്തോലിക്ക സഭയാണോ, ഏത് സഭയാണ് ഒരു സഭ ഏതാണെന്ന് ചോദിച്ചാൽ ആ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്ക് സുഹൃത്തെ. ഈ പള്ളി പൊളിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഒരു യാക്കോബ പള്ളി കംപ്ലീറ്റ് പൊളിച്ചൊരു വഴി പണിതിട്ടുണ്ട്. അവരൊരു നോട്ടീസ് പോലും ഇറക്കിയിട്ടില്ല, ഒരു പ്രതിഷേധം കൊണ്ടുവന്നിട്ടില്ല. കുരിശല്ല, പള്ളി കംപ്ലീറ്റ് പൊളിച്ചിട്ടുണ്ടെന്ന് പോയി നിങ്ങൾക്ക് നോക്കി ബോധ്യപ്പെടാവുന്നതാണ്. അതല്ലേ ഞാൻ പറഞ്ഞേ, തല പോയ മിണ്ടാതെ കിടക്കുന്നു, വിരല് പോയാൽ എന്തിനാ കാറുന്നത് നെപ്പോളിയൻ ചോദിച്ചാ യുദ്ധമുന്നണി പോയി. നെപ്പോളിയൻ യുദ്ധമുന്നണി കൂടെ പോകുമ്പോൾ ഒരുത്തം ഭയങ്കര കാറിച്ച. അപ്പം നെപ്പോളിയൻ ചോദിച്ചു എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അതെ പറഞ്ഞു വിരല് മുറിഞ്ഞു പോയെന്നോ കാറുന്ന്. അപ്പം നെപ്പോളിയൻ നോക്കടാ തല പോയ മിണ്ടാ കിടക്കുന്നുണ്ടോ? അപ്പൊ പള്ളി കംപ്ലീറ്റ് പോയെന്നേ. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് ഓർത്തഡോക്സ് സഭ ഒരു സഭയല്ല, അതൊരു ട്രസ്റ്റ് ആണ്. യാക്കോബ സഭ അവര് പറയുന്ന അല്ല, അവര് പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ ഞാൻ കേൾക്കുന്നത് പാസ്റ്റർ പറഞ്ഞാണല്ലോ. അപ്പൊ പാസ്റ്റർ പറയുന്നത് ഓർത്തഡോക്സ് സഭ ഒരു സഭയല്ല, മറിച്ച് അതൊരു ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സ്വത്തുക്കളെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ട്രസ്റ്റ്. അത് ഞാൻ പാസ്റ്ററെ, ഞാൻ അതിന് തെളിവ് അവരുടെ വീഡിയോ എത്ര എണ്ണം വേണം എടുത്തരാം. ഒരെണ്ണം അല്ല, അവരെല്ലാരും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഇതൊരു ട്രസ്റ്റ് ആണ്. അവരെല്ലാരും പറയുന്നുണ്ട്, അല്ല ഞാൻ പറയുന്നതല്ല. അല്ലെങ്കിൽ അവര് പറയട്ടെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അവര് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എഴുതി വെച്ചത്? എന്തുകൊണ്ടാ? അങ്ങനെയാണ് കോഴിക്കോട്ട് മുതലക്കുളം മൈതാനം എഴുതി വെച്ചിരിക്കുമ്പോൾ അവിടെ മുതലയില്ല കുളവില്ല. ഞാൻ പോയി നേരിട്ട് കണ്ട. ഞാൻ വെച്ചു മുതലയില്ലെങ്കിൽ പോട്ടെ, കുളവേലും കാണുമെന്ന് അതുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അടുത്ത ചോദ്യം. ഓക്കെ, എനിക്ക് ആശയം പിടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ കുരിശ് ശരിക്കും എന്തിനായി ക്രൈസ്തവ സഭ എന്തിനായി കുരിശ് ഉപയോഗിക്കണം? ഞങ്ങൾ ബന്ധുക്കോസാര് കുരിശ് ഉപയോഗിക്കാല്ല, അത് പാസ്റ്റർ തന്നെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഈ കുരിശ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ, അതായത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ, എന്റെ കാര്യമല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ദ്യമായ ഒരു വസ്തുവാണ്. പിന്നെ എന്തിനാണ് ഈ കുരിശ് ഈ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നാട്ടി വെക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? പാസ്റ്ററെ പോലുള്ള ആളുകൾ എന്തിനാണ് ഈ കുരിശ് ഒരു ഒരു പ്രത്യേക ഇതായിട്ട് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് പൂജ്യ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്? അത് നമ്മുടെ ഈ മനോഭാവത്തിൻ്റെതാണ്. ഇപ്പോ യേശുക്രിസ്തു വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 23 അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കേൾവിക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുക യാഗവസ്തുവാണോ വലുത്, യാഗപീഠമാണോ വലുത്? അപ്പൊ ഒരു ചോദ്യമാണ്. ഇപ്പൊ യാഗവസ്തുവുണ്ട്, യാഗപീഠമുണ്ട്. അപ്പൊ ആളുകൾക്ക് കൺഫ്യൂഷനാണ്, കാരണം കർത്താവിന്റെ ചോദ്യം കുടുക്ക് ചോദ്യമാണ്. ഇപ്പൊ യാഗവസ്തുവാണോ വലുത്, യാഗപീഠമാണോ വലുത്? അപ്പൊ കർത്താവ് പറയാ, കുരുടന്മാരായ വഴികാട്ടികളെ, യാഗപീഠമാണ് വലുത്. കർത്താവ് പറയാ യാഗപീഠമാണ് വലുത്, യാഗവസ്തുവിനെയും ശുദ്ധീകരിക്കുന്ന യാഗപീഠമാണ് വലുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യാഗപീഠം വളരെ പ്രധാനപ്പെട്ടതാണെന്നും
യാഗപീഠം ആദരിക്കപ്പെടേണ്ടതാണെന്നും യാഗപീഠം ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും വന്ദിക്കപ്പെടേണ്ടതാണെന്നും കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇനി യേശുക്രിസ്തുവിന്റെ മരണം ഒരു ബലിയായിരുന്നു. സ്നേഹത്തിന്റെ അൾത്താരയിൽ താൻ ബലിയായി. അപ്പൊ കർത്താവിന്റെ മരണം ബലിമരണമാണെങ്കിൽ കുരിശ് ബലിപീഠമാണ്. ബലിപീഠത്തിന് പ്രാധാന്യമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു. അപ്പൊ ബലിപീഠമായിട്ടാണ് ഈ കുരിശിനെ ക്രൈസ്തവര്, ഞാൻ ഇനി വ്യക്തിപരമായിട്ട് ഞാൻ ബഹുമാനിക്കുന്നത് എന്റെ കർത്താവിന്റെ ബലിപീഠമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അങ്ങനെ കാണുന്നത്. കാരണം ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ബലികളെ നീക്കിയിടും തിരുബലി ധന്യം, പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം ബലിമരണമാണെന്നും ആ കുരിശ് ബലിപീഠമാണെന്നും മനസ്സിലാക്കുമ്പോൾ ബലിപീഠത്തിന് പ്രാധാന്യമുണ്ടെന്ന് മത്തായി സുവിശേഷം 23 യേശു പറഞ്ഞിരിക്കുകയാണ്. ഈ കുരിശിനെ ബഹുമാനിക്കാൻ നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവാ. ഇനിയെങ്കിലും പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം, കുരിശ് നിങ്ങൾ കഴുത്തിൽ നെഞ്ചത്ത് വെക്കണം, പള്ളിയിൽ വെക്കണം, ബഹുമാനിക്കണം ആ കുരിശ്. ശരി. അപ്പം എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇപ്പൊ ഈ ബലിപീഠത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ കുരിശ് ഓരോ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവരും അത് ഒരു പൂജ്യ വസ്തുമായി കാണണമെന്നാണ് പാസ്റ്റർ പറയുന്നത്. അല്ല, അത് എൻ്റെ അടുത്തൊരു ചോദ്യം, കർത്താവ് മരക്കുരിശിലല്ലേ മരിച്ചത്? പക്ഷെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പല കുരിശിലും വെള്ളിയുടെയും സ്വർണത്തിന്റെയും മറ്റേ കല്ലിന്റെയും പല രീതിയിലും പല ഭാവത്തിലുള്ളതാണല്ലോ. അതിനെന്താണ് ഒരു മറുപടി? മരക്കുരിശ് വെക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത് മരക്കുരിശാണ്. അല്ല, ഈ കുരിശ് വെക്കുന്നത് കൊണ്ടുള്ള ഒരു എന്താണ് അതിന്റെ ഒരു എന്താണ് അതിനൊരു അർത്ഥം, അല്ലെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാള് വെക്കേണ്ട ആവശ്യകത എന്താണ്? കുരിശെന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്ററിയാണ് സാജി പാസ്റ്ററെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ 2 തരത്തിൽ അർച്ചന നടത്തുമായിരുന്നു. ഉദർച്ചാർപ്പണം ഉണ്ട്, വേവ് ഓഫറിങ് ആൻഡ് ഹീവ് ഓഫറിങ് ആണ്. നീരാജനം ചെയ്യണം, മഹാപുരോഹിതൻ നീരാജനം ചെയ്യണം, ആ കറ്റ നീരാജനം ചെയ്യണം, മഹാപുരോഹിതൻ ഉദർച്ചാർപ്പണം ചെയ്യണം. ഇങ്ങനെ നമ്മുടെ സത്യവേദോത്സവത്തിലുണ്ട്. എന്താണത്? ഹീവ് ഓഫറിങ് ആൻഡ് വേവ് ഓഫറിങ് എന്നാണ്. ഹീവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ വെക്കുകയാണ്. വേവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടുമാണ്. അപ്പൊ ഈ 2 ഓഫറിങ്, ഹീവ് ഓഫറിങ്ങും വേവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഹീവ് ചെയ്യുകയാണ്, ഹീവ് ഓഫറിങ് ആൻഡ് വേവ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ കുരിശാണ് ഈ വരയ്ക്കുന്നത്. ഈ സെയിം സംഗതിയാണ് യാക്കോബായ പുരോഹിതൻ ഈ ജനങ്ങളെ നോക്കി ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നത്. ആ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ ഹീവ് ഓഫറിങ്ങും വേവ് ഓഫറിങ്ങും ചെയ്തിരുന്നു. ടുഗദർ ദൈ മേക്ക് എ സൈൻ ഓഫ് ക്രോസ്. അപ്പൊ സൈനിങ് ഓഫ് ക്രോസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എബ്രായ ഭാഷ എടുത്തു കഴിയുമ്പോൾ 22 ലെറ്റർ ഉണ്ട്. അതിന്റെ അവസാനത്തെ ലെറ്റർ ടൗ ആണ്. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പം ഹീബ്രു ലെറ്റേഴ്സ് എടുത്തിട്ട് ടൗ നോക്കുക, അത് കുരിശാണ്. അതാണ് മുദ്രയിടാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നെറ്റിമേൽ മുദ്രയിടണമെന്ന് യഹസ്കേൽ പ്രവചനോട് മുദ്രയിട്ട് ഒരുത്തിന് നാശം പറ്റില്ല, മുദ്ര നെറ്റിയിലിടണം. അതുകൊണ്ടാണ് കത്തോലിക്കർ നെറ്റിയെ കുരിശ് വരയ്ക്കുന്നത്. യാക്കോക്കാർ നെറ്റിയെ വരയ്ക്കാറില്ല. നെറ്റിയെ കുരിശ് വരയ്ക്കുന്നത് അതാണ്, ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട്. യാക്കോക്കാർ കുരിശ് വരയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കും. അപ്പൊ ഈ കുരിശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ ബിലയാം എന്ന് പറഞ്ഞൊരു ഒരുത്തനെ കൊണ്ട് ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് ശപിക്കാൻ വേണ്ടി പോയല്ലോ. 4 പർവ്വതത്തിന്റെ മുകളിൽ ഗിരിനിരകളിൽ നിന്ന് ഇസ്രായേലിനെ കാണുന്ന എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുഭാഷിതം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രവചനം പറഞ്ഞിട്ടുള്ള ബിലയാമാണ്. ബിലയാം മഹാകുഴപ്പക്കാരനാണെന്നാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന പറയുന്നത്. പക്ഷെ ഈ ബിലയാം മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കും, ഇസ്രായേലിന്റെ പാളയം നോക്കണം. അത് മുകളിൽ നിന്ന് നമ്മളൊരു ഏരിയൽ വ്യൂ നോക്കി കഴിഞ്ഞാൽ അതൊരു കുരിശിന്റെ രൂപത്തിലായിരുന്നു. ഈ കുരിശ് കണ്ടതുകൊണ്ടാണ് ബിലയാം ശപിക്കാതെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോകുന്നത്. ഈ കുരിശ് എന്ന് പറയുന്നത്, ഇനിയിപ്പം കുരിശില്ലാതെ ഒന്നും നടക്കില്ല. ഇനി മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ആദ്യം കുരിശാ വരയ്ക്കുന്നത്. ഗ്രാഫില്ലേ, ഗ്രാഫ് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും. കുരിശ് വരച്ചിട്ടല്ലേ, കുരിശാലാണ് ഈ മുഴുവൻ ലോകവും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുരിശില്ലാതെ വല്ലതും നടക്കുവോ?
അത് കുരിശിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഈ പ്രദേശങ്ങളിലെല്ലാം, സിറിയയിലും ഇറാഖിലും ഒക്കെ ആദ്യം ഈ ഇസ്ലാമിസ്റ്റുകൾ തകർക്കുന്നത് കുരിശാണ്. അതെന്താണ് അതിന്റെ ഒരു പ്രത്യേകത? കുരിശ് കണ്ട പിശാചിന് വിരൽ പിടിക്കും എന്ന് കേട്ടിട്ടില്ലേ? കുരിശ് രൂപം അവർക്ക് ഇഷ്ടമില്ല. കാരണം ഈ യഹോവയുടെ ന്യായപ്രമാണത്തെയാണ് യേശു കുരിശിൽ തറച്ചത്. കൊലാസ്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അവൻ ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെഴുത്തിനെ കുരിശിൽ തറച്ചു. സത്യത്തിൽ കുരിശിൽ തറച്ച് യേശുവിനെ അല്ല, യേശു കുരിശിൽ ന്യായപ്രമാണത്തെ തറച്ചു. യേശു അവിടെ ഇറങ്ങിപ്പോന്നു കുരിശിൽ. ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചു. അതുകൊണ്ട് ഈ ന്യായപ്രമാണമാണ് ഈ പുതുതായിട്ട് ജീവൻ കൊടുത്തിട്ട് ശരിയല്ലോ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്നത്. യേശു കുരിശിൽ അടിച്ച സാധനമാണ്. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് എതിരാണ് കുരിശിന്. ആ എതിര് വരുന്നതിന്റെ കാരണം അതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാദപരമായ ഷിബു പാസ്റ്ററിന്റെ ഒരു പരാമർശം ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു. ചില ആളുകൾ എനിക്ക് അതിനുള്ള വിവരണം തന്നു. യേശു കുരിശിൽ മരിച്ചില്ല എന്ന് ഷിബു പാസ്റ്റർ ഒരു പ്രസ്താവന പറഞ്ഞു എന്ന് ഒരു അഭിപ്രായം കേട്ടു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ? അത് എന്താണ്, അത് പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? യേശു കുരിശിൽ മരിച്ചല്ലോ. ഞങ്ങൾക്കായി യേശു മരിച്ചു, കുരിശിൽ മരിച്ചു. കുരിശിൽ മരിച്ചിട്ട് യേശുവിന്റെ ശരീരം അരിമത്തിയിലെ യോസഫും നിക്കോദിമസും ഇറക്കി സംസ്കരിച്ചു. യേശു കർത്താവ് മരണത്തെ ജയിച്ചു, ഉയർത്തു. ഇതല്ലേ നമ്മുടെ ഞാനതാണ് വിശ്വസിക്കുന്നത്. ഞാൻ യേശു കുരിശിൽ മരിച്ചില്ലെന്ന് മുസ്ലിങ്ങളാ പറയുന്നത്. മുസ്ലിങ്ങൾ പറയുന്നത് അങ്ങനെ മരിച്ചൊന്നുമില്ല, അങ്ങനെ തോന്നി എന്നൊക്കെ അവരുടെ ഒരു വ്യാഖ്യാനമുണ്ട്. യേശു കുരിശിൽ മരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേറെ ആരും തെറ്റിദ്ധ. കാരണം ഇത് ഞാൻ പറഞ്ഞു, യേശുവിനെ അല്ല കുരിശിൽ തറച്ചത് ന്യായപ്രമാണത്തെ. യേശുവിനെ കുരിശിൽ തറച്ചെങ്കിൽ യേശു അവിടെ നൂരിപ്പോന്നു. പക്ഷെ യേശു ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചെന്ന് പൗലോസിൽ എഴുതിയിട്ടുണ്ട്. ഇതാരും പറയുന്നില്ല. ഇതാണ് തെറ്റിദ്ധരിച്ചതാണ് ആളുകൾ. അതായത് ഈ യേശുവിനെ നെയിൽ ചെയ്തു, പക്ഷെ അവിടുന്ന് യേശുവിന്റെ ശരീരം അവിടെ നൂരിയെങ്കിലും യേശു ന്യായപ്രമാണത്തെ കുരിശിൽ തറച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അത് അധികം പേര് ശ്രദ്ധിക്കാത്ത ബൈബിൾ വാക്യമാണെന്നും അപ്പൊ ഇന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ന്യായപ്രമാണമാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ കുരിശിൽ ഒരു മനുഷ്യരൂപം വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങളുടെ സഭയ്ക്കും യോജിപ്പില്ല. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ രൂപമില്ലാത്ത കുരിശാണ് അവർ വെക്കുന്നത്. പ്ലെയിൻ കുരിശേ വെക്കത്തുള്ളൂ. കാരണം ഈസ് നോട്ട് ദയർ. കുരിശിൽ അവനില്ല, കല്ലറയിലും അവനില്ല. കല്ലറയുടെ അടുത്ത് നിന്ന് ദൂതം പറഞ്ഞു വിടിയില്ല, പൊക്കോളം പറഞ്ഞു. അപ്പം ഈസ് നോട്ട് ഓൺ ദ ക്രോസ്, ഈസ് നോട്ട് ഇൻ ദ ഗ്രേവ്. അപ്പൊ അവൻ കല്ലറയിലും ഇല്ല, കുരിശിലും ഇല്ല. അതുകൊണ്ട് പ്ലെയിൻ കുരിശാണ് ശരിക്കും വെക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുരിശിൽ മരിച്ചില്ലെന്നല്ലോ. ഓക്കെ. അപ്പൊ ഈ കുരിശുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റർ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഈ ശരീഅത്ത് നിയമമാണ് ഈ കുരിശിൽ തറച്ചതെന്ന് പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ പറയാൻ ഉദ്ദേശം? അതൊന്ന് വിവരിച്ചു പറയാമോ? അതായത് ഈ മോശയുടെ ന്യായപ്രമാണത്തെ ആണല്ലോ യേശുക്രിസ്തു കുരിശിൽ തറച്ചത്. കൊലാസ്യലേഖനത്തിലെ ആ വാക്യം അറിയുന്നില്ലേ പാസ്റ്റർക്ക്? അതായത് ചട്ടങ്ങളാൽ നമുക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കയ്യെഴുത്തിനെ കുരിശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഈ കുരിശിൽ തറച്ച ന്യായപ്രമാണം 5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 6-ാം നൂറ്റാണ്ടായപ്പോൾ മുഹമ്മദിലൂടെ അത് പുനരുജ്ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിക് ശരിയ ലോ എല്ലാം കൂടെ വരുന്നത്. അത് മൊസൈക്ക് ലോയുടെ ചുവട് പിടിച്ച് വന്നിരിക്കുന്നതാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വിലക്കുകളുടെയും അതിര് നിയന്ത്രണങ്ങൾ അങ്ങനെയല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് എ ഗൈഡൻസ് ഫ്രം ദ ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ്. അപ്പൊ കൃപയിലാണ് ക്രിസ്ത്യാനിറ്റി നടക്കുന്നത്, ലോയിലല്ല. മോശയുടെ മതം ലോയിലായിരുന്നു, മുഹമ്മദിന്റെ മതവും ലോയിലാണ്. യേശുക്രിസ്തു ഗ്രേസ് ആണ് സ്ഥാപിച്ചത്. അപ്പൊ ലോ വേഴ്സ് ഗ്രേസ്. അപ്പം ഈ ലോ എന്നത് ഭൂതമെന്നാണ് യേശു പറയുന്നത്. അപ്പൊ ലോയാകുന്ന ഭൂതത്തെ മനുഷ്യനിൽ നിന്ന് പുറത്താക്കി ഗ്രേസ് അവിടെ വന്നു. അപ്പൊ വീട് വൃത്തിയുള്ളതായി അടിച്ചു വാരി. യേശുക്രിസ്തുവിന്റെ ഉദാഹരണത്തിൽ യേശു പറയുന്നത് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തുപോയി വീട് നല്ല അലങ്കരിച്ച് വൃത്തിയായി. കുറച്ചു കഴിഞ്ഞ് അവൻ 7 തന്നിക്കാൾ ദുഷ്ടതയുള്ള 7 ആത്മാക്കളായിട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ പുറത്തുപോയ അശുദ്ധാത്മാവ് നീരില്ലാത്ത
പ്രദേശത്തിലൂടെ വെള്ളം അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ മരുഭൂ പ്രദേശങ്ങളിലൂടെ. അപ്പൊ ഈ കുരിശീകരണത്തിലൂടെ പുറത്തായ ന്യായപ്രമാണത്തിന്റെ ആത്മാവ് സൗദി അറേബ്യ മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി 5 നൂറ്റാണ്ട്. അത് കഴിഞ്ഞ് തന്നെക്കാൾ ദുഷ്ടതയുള്ള 7 ആത്മാക്കളുമായിട്ട് സംഘം ചേർന്നിട്ട് തിരിച്ച് 7 ഇരട്ടി ശക്തിയോടെ വന്നാണ് ഇസ്ലാം. അതായത് AD 70 തകർക്കപ്പെട്ട ജുദായിസത്തിന്റെ 7 മടങ്ങ് ശക്തിയോടെയുള്ള തിരിച്ചുവരവാണ് ഇസ്ലാം. മനസ്സിലായത്? 7 മടങ്ങ് ശക്തിയോടെ വരുമെന്നാണ് യേശു പ്രവചിച്ചത്. അത് 7 മടങ്ങ് ശക്തിയോടെ പുരാതന ഇസ്രായേലിനേക്കാൾ 7 ഇരട്ടി പവറിലാണ് ആധുനിക ഇസ്ലാം വന്നിരിക്കുന്നത്. രണ്ട് സെയിമാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൈശാചികം ആണെന്നാണോ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? 100% നോ ഡൗട്ട്. യഹോവ പിശാചായിരുന്നു. യഹോവ എന്ന പിശാച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് പിശാച്. ക്രിസ്ത്യൻ തിയോളജിയിൽ പിശാചാണത്. അല്ല, ഇത് ഈ ഇസ്ലാം എന്ന് പറയുന്നത് പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് 7 ദുഷ്ടാത്മാക്കളുമായി വന്ന് കയറിയതാണ് ഈ ഇസ്ലാമായിട്ട് വന്നത്. മുഹമ്മദിലാണ് വന്ന് കയറുന്നത് അല്ലെ? അതാണല്ലേ പറഞ്ഞേ? ഒന്ന് വിവരിക്കാവോ അത്? മുഹമ്മദ് അതൊരു അനാലജിയാണ്. ഈ 7 മടങ്ങ്, അതായത് ഈ ജുദായിസം ശക്തിയോടെ നിലനിന്ന കാലത്ത് പോലും ഇസ്ലാമിനത്തോളം പവർ ഇല്ലായിരുന്നു. ആ 7 മടങ്ങ് ഇപ്പൊ ലോ ഉണ്ടെങ്കിലും ലോ എക്സിക്യൂഷൻ, ലോ എൻഫോഴ്സ്മെന്റ്, അതൊക്കെ അതികഠിനമായിട്ട് എവിടേക്ക് വന്നു? ഇസ്ലാമിലേക്ക് വന്നു. അപ്പം ഈ കൃത്യമാണ് യേശു പറഞ്ഞ ഉപമ. ഈ സാധനം പുറത്തു പോയിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ കറങ്ങി നടക്കുമെന്ന് പറഞ്ഞേ. ഈ വെള്ളമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. മരുഭൂമിയിലൂടെ ഇവനിങ്ങനെ കറങ്ങി 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 5 നൂറ്റാണ്ട് കറങ്ങിയിട്ട് വീണ്ടും കയറി. അപ്പൊ ഗ്രേസിനെ തകർക്കാൻ വേണ്ടി ലോയെ വീണ്ടും കൊണ്ടുവരിക. അതാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദിന്റെ മതം മോശയുടെ മതത്തിന്റെ പാരലാണ്. യേശുവിൻ്റെത് വ്യത്യസ്തമാണ്. അതൊരു മാർഗമാണ്, മതമല്ല. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ഗൈഡഡ് ബൈ ഹോളി സ്പിരിറ്റ്. അപ്പം അത് ഡിക്രീഡ് ബൈ ഗ്രേസ് ആണ്. ഗ്രേസ് എന്നുള്ളതല്ല, ലോ അല്ല. അതറിയാമല്ലോ. കാരണം ന്യായപ്രമാണ പ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ യേശു കർത്താവ് പറയുന്നതാ ഗ്രേസ് ആണ്, പൊക്കോളാനാ പറയുന്നത്. ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ഓൺ ഗ്രേസ്, ഇസ്ലാം ബേസ്ഡ് ഓൺ ലോ. ജുദായിസവും ലോ ആയിരുന്നു. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഇസ്ലാം ഒരു പൈശാചികതയായിരുന്നു എന്നാണ് പാസ്റ്ററുടെ വാക്കിൽ നിന്ന് ഇപ്പം പൊതുജനം കേട്ടേക്കുന്നത്. അല്ല, ഒരു വൃക്ഷത്തെ എങ്ങനെയാ തിരിച്ചറിയണ്ടേ? യേശു ക്രിസ്തു പറഞ്ഞു അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണോ ഈ ഹിജാബ് നിർബന്ധമാക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ, ഈ പല രൂപഭാവ ഭേദങ്ങളൊക്കെ വരുത്തി അതനുസരിക്കാത്തവരെ വാളുകൊണ്ട് കൊല്ലുക, അവരെ ഉപദ്രവിക്കുക, അവരുടെ കുടുംബം നാശമാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പൈശാചികത ഉടലെടുക്കാനുള്ള ഒരു കാരണം ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ? ഈ ഹിജാബ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ ഈ ഹിജാബ് ഇസ്ലാമിന്റെ ഒരു മുഖമുദ്രയൊന്നും അല്ല. എസൻഷ്യൽ ഇസ്ലാം പ്രാക്ടീസ് അല്ല ഹിജാബ് എന്നുള്ളത്. നമ്മുടെ 2022 കർണാടകയിലെ കേസിൽ കർണാടക ഹൈക്കോടതി അത് എസൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് വെച്ചാൽ അല്ലെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി പിന്നീട് അപ്പീൽ പോകുമ്പോൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി അത് അല്ലെന്ന് വിധിച്ചെങ്കിലും മറ്റേ ജഡ്ജി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സുശാന്താന്ന് തോന്നുന്നു സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ സുപ്രീം കോടതിയുടെ വലിയ ബെഞ്ച് അതിനെ വാദം കേൾക്കാനിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിധി വരും. വി ആർ അവൈറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പൊ എസൻഷ്യൽ ഇസ്ലാമിക് പ്രാക്ടീസ് അല്ല ഹിജാബ് എന്ന് പറയുന്നത്. അറേബ്യയിൽ കുറച്ച് ആളുകൾ ഇട്ടുകൊണ്ടിരുന്ന സാധനം. ഇത് എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമിന്റെ മുഖമുദ്രയായെന്ന് വെച്ചാൽ 1979 1979. ദാറ്റ് മീൻസ് 46 years ആയിട്ടുള്ളൂ. ഓൺലി 46 years. 46 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ഹിജാബിന്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചേപ്പാട് പള്ളിയുടെ കുരിശിന് 65 കൊല്ലവും ഈ ഹിജാബിന് 46 കൊല്ലം ഉള്ളൂ. 46 കൊല്ലം മുമ്പ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ വരുമ്പോ അവര് മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് നിർബന്ധമാണ്.
അപ്പൊ ഈ ലോകത്തിന്റെ ക്യാമറ കണ്ണുകളും വാർത്താ ലേഖരും എല്ലാം ഇറാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡായി. അപ്പൊ സമാന മനസ്സിലായി ലോകവ്യാപകമായിട്ട് മുസ്ലിങ്ങൾ അർബൻ പോപ്പുലേഷനിടെ പോലും ഇത് കൊള്ളാം, ഇത് വേണം. അങ്ങനെ ഈ ഹിജാബ് ഒരു മുസ്ലിം ഐഡന്റിറ്റിയുടെ ഒരു പ്രതീകമായിട്ട് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ 10 വർഷം, കഴിഞ്ഞ 10 വർഷം ഈ ഹിജാബിന്റെ പ്രചരണത്തിൽ ലോകവ്യാപകമായിട്ട് ഭയങ്കര ഒരു എലിവേഷൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 years കേരളത്തിലൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഈ ഹിജാബ് ട്രെൻഡ് വരുന്നത്. അപ്പൊ ടോട്ടലി പറഞ്ഞാൽ 46 വർഷം ഏറ്റവും ഇന്റൻസ് ആയിട്ട് ഇത് സ്പ്രെഡ് ആയത് കഴിഞ്ഞ 10 വർഷം. അപ്പൊ അതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ഒന്നുമല്ല, അവരുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. അതാണ് എന്റെ ചരിത്രം. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ 65 വർഷം മുമ്പത്തെ കുരിശ് 1100 വർഷമാണെന്നൊക്കെ പറഞ്ഞ് സാജിദ് പാഷ പോലുള്ളവർ പറയുമ്പം ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇസ്ലാമിന്റെ അല്ല, അടിസ്ഥാനമാണെന്ന് ഒരിക്കലും. ഈ ഹിജാബിന്റെ ഒരു ചരിത്രം എന്താണ്? അല്ല, ഹിജാബിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് അറേബ്യയിലെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കൾച്ചറൽ മുസ്ലിമാണ്. അറബിക് മുസ്ലിങ്ങൾക്ക് ഹിജാബ് ധരിക്കാതെ അവരുടെ കൾച്ചറാണ്. അതൊരിക്കലും അവരുടെ റിലീജിയസ് പ്രാക്ടീസ് ആണ്. റിലീജിയനും കൾച്ചറും രണ്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ഒത്തിരി അറബികളുണ്ട്. അവരെല്ലാം ഈ കുപ്പായം തലപ്പാവും ഒക്കെ വെച്ച് അവരാ തുണി മാറ്റുന്നില്ല. പെന്തക്കോസ്തിൽ ചേരുന്നത് മാറ്റിച്ചാനെ. ഇപ്പൊ കൾച്ചറിനെ ക്രിസ്ത്യാനിറ്റി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എടുത്ത് കളയുന്നില്ല. പെന്തക്കോസ്തുകാരനാണ് അന്നേരം പറയും ഇതെല്ലാം താടിയും മുടിയെല്ലാം പാടിച്ച് പാനും ചട്ടും ഇട്ട് സായിപ്പിനെ പോലെ ആകണം എന്നുള്ളത്. പക്ഷേ സൗദി ക്രിസ്ത്യൻസ് ഉണ്ട്. ഇന്നും ഞാനൊരു സൗദി ക്രിസ്ത്യന്റെ റീല് കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കണ്ടോ, അറബി എന്ന ഡ്രസ്സാണ്, ഇത് മുസ്ലിമിൻ്റെതല്ല, ഇത് അറബിയുടേതാണ്. അറബി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല എല്ലാവരും, അറബി ക്രിസ്ത്യൻസും ഉണ്ട്. ഇപ്പൊ സിഖുകാരുടെ തലപ്പാവ് അത് സിഖ് വംശത്തിൻ്റെതാണ്. അപ്പൊ ഒരു സിഖുകാരൻ ഒത്തിരി സിഖുകാർ ഇപ്പൊ പെന്തക്കോസ്തിലാകുന്നുണ്ട്. പെന്തക്കോസ്തിലായത് സിഖുകാരെ കൊണ്ട് മുഴുവൻ പെന്തക്കോസ്തുകാർ എന്ത് ചെയ്യുക, താടി വെളുപ്പിക്കുന്നു, തലപ്പാവ് പിടിപ്പിക്കുന്നു. പക്ഷെ അവന്റെ ആ കൾച്ചറൽ ഐഡന്റിറ്റിയെ കീപ്പ് ചെയ്തുകൊണ്ട് തലപ്പാവും വെച്ച് താടിയും വെച്ച് ആ കൃപാണും വെച്ച് സിഖുകാരൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്തുതിച്ച് നടക്കാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ആ കൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ അതിനെ നിലനിർത്തണ്ടേ. അപ്പം അതാണ് നമ്മള് ഈ സംസ്കാരങ്ങൾക്കെതിരായിട്ടുള്ള അധിനിവേശം പാടില്ല മതപ്രചരണത്തിൽ. അപ്പൊ മതത്തെ സംസ്കാരത്തെ രണ്ടായിട്ട് കാണണം. ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു സംസ്കാരമാണ്. ഇതിപ്പം ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക് ഐഡന്റിറ്റി ആയിട്ട് റീബ്രാൻഡ് ചെയ്യപ്പെട്ടത് 1979 ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? അതിന്റെ ഒരു കാരണം എന്താ? ഈ അത് ഹിജാബ് ഉണ്ടായത് 1979 ഞാൻ പറഞ്ഞു. ഹിജാബ് റീബ്രാൻഡഡ് ആസ് എ വേൾഡ് വൈഡ് യൂണിവേഴ്സൽ ഇസ്ലാമിക് ഐഡന്റിറ്റി അല്ല ഇസ്ലാമിക് മാർക്കായിട്ട് അത് റീബ്രാൻഡ് ചെയ്യപ്പെട്ടു. അത് 1979 ഈ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷനോടനുബന്ധിച്ച് സംഭവിച്ചതാണ്. അവര് ഒരു വെസ്റ്റേൺ കടന്നു ഇത് ഈ ഒരു ചരിത്രം ഇപ്പൊ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ന് കക്കൂസില്ലാതിരുന്ന സമയത്ത് പുറത്തിറങ്ങി പോകാൻ നേരത്ത് മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മറച്ചിരുന്ന ഒരു തുണിയായിരുന്നാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ അത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? അതൊക്കെ പകുതി തമാശയായിട്ടും പകുതി യാഥാർത്ഥ്യമായിട്ടും. അത് തന്നെയല്ല, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മണൽക്കാറ്റുള്ളതുകൊണ്ട് കണ്ണിൽ മണൽ കയറാതിരിക്കാനും ഇവരിത് ഉപയോഗിക്കുകയായിരുന്നു. അത് ആ ഒരു ദേശത്തെ വസ്ത്രധാരണം, ഇതെല്ലാം ഭക്ഷണ രീതി, ഇതെല്ലാം അവിടുത്തെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രൂപപ്പെടുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണം, നമ്മുടെ നാട്ടിൽ പെന്തക്കോസ്തുകാർ വന്നേ പിന്നെയാണ് ഈ കൂടുതൽ ടൈ ഒക്കെ കെട്ടി ഈ ചൂടുള്ള സ്ഥലത്ത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ വസ്ത്രത്തിന്റെ ഓരോന്ന് ഈ എവല്യൂഷൻ ഉണ്ട്, ഇവോൾവ് ചെയ്ത് വരുന്നതിന് ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പം ഈ കക്കൂസ് ഇല്ലാതെ തരുന്ന കാലത്ത് ഇപ്പൊ ഈ രാജസ്ഥാനിൽ ഈ പെൺകുട്ടികൾ, ഇപ്പോഴല്ല പണ്ടത്തെ കാലത്ത്, ഈ മൂത്രം ഒഴിക്കാൻ വേണ്ടി അവർ വട്ടത്തിൽ ഇറങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ടത്. അതായത് ഈ പെൺപിള്ളേര് മൂത്രം ഒഴിക്കാൻ സമയത്ത് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും. വട്ടത്തിൽ കറങ്ങി ഇവരുടെ പാവാട ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് അങ്ങിട്ടിരിക്കും. അപ്പൊ ഒരു ടെമ്പററി ടോയ്ലറ്റ് പോലെ ഈ പാവാട ഇങ്ങനെ വന്ന് ചുറ്റും ഇരിക്കും. എന്നിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ മൂത്രം ഒഴിച്ചു പോകുന്നത്. അതേ അവിടെ രാജസ്ഥാൻ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ ഇപ്പൊ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാനൊരു 10-35 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞത്. ഇപ്പോഴും കാണുമായിരിക്കും, വലിയ ഡെവലപ്മെന്റും വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ചില അപ്പിക്കുപ്പായം എന്നൊക്കെ പറയുന്നത് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. ഇപ്പോഴല്ല ഈ കക്കൂസും ടോയ്ലറ്റും ഒക്കെ ഇപ്പൊ സ്വച്ഛ് നിർമ്മൽ ഭാരതം ഒക്കെ വരുന്നത്. ഈ ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ പറയും ഞങ്ങൾക്ക് 1000 വർഷം പഴക്കമുള്ള കക്കൂസ് ഉണ്ടെന്നൊക്കെ ചേപ്പാടുകാർ പറയും. ഒന്നുമില്ല, ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് വരുന്നതാണ്.
പുരാതനമായിട്ട് അങ്ങ് തള്ളും. അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ പുതുതായിട്ട് വരുന്നതാണ്. അപ്പൊ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സാധനമാണ് ഹിജാബ്. അതുപോലെ തന്നെ ഈ ബുർക്ക, അതുപോലെ ഈ പർദ, ഇതെല്ലാം ആ അറബിക് കൾച്ചറിൽ വന്നിട്ടുള്ളതാണ്. അവർക്കത് നെസസറി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് സൗദി അറേബ്യ പോലും പെണ്ണുങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ഹിജാബ് ഇടുന്നില്ല, പർദ്ദ ഇടുന്നില്ല. നല്ല വസ്ത്രമൊക്കെ ഇട്ട് ആവിഷ്കരിക്കുക, അതായത് തന്നെ ആവിഷ്കരിക്കാൻ വസ്ത്രം. ഇപ്പം ഇവിടെ അമേരിക്കയില് ഈ ന്യൂയോർക്കിലൊക്കെ താമസിക്കുന്നവന്മാർക്ക്, ഈ സ്ത്രീകൾക്കൊക്കെ നല്ല തുണിയുണ്ട്, ആണുങ്ങൾക്ക് നല്ല പാന്റ് ഷർട്ടും ഉണ്ടെങ്കിലും ഒരു 5-6 മാസവും ഇത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം തണുപ്പായതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടേ പറ്റൂ, ജാക്കറ്റ് ഇട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ ടെക്സസിലൊക്കെ 12 മാസം നമുക്ക് ഷർട്ടും പാന്റും ഒക്കെ ഇട്ട്, അവർക്ക് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര അസൂയാണ്. നമുക്കിടെ മേടിക്കുന്ന വസ്ത്രം ആളുകൾ കാണും, നമുക്ക് നല്ല ഉടുപ്പുണ്ടെങ്കിൽ ആ ഉടുപ്പിട്ട്. പക്ഷെ അവർക്ക് സംബന്ധിച്ച് എത്ര ഉടുപ്പുണ്ടെങ്കിലും പറയാനില്ല, ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുള്ളൂ. അപ്പൊ ആ കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ട്. അതുപോലെ അറബിയയില് ഇപ്പം സൗദി അറേബ്യയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് മുടിയൊക്കെ നല്ല ഷൈനിങ് ഒക്കെ ആക്കി നടക്കുകയാണ്. അവര് തല മറിച്ചും ദേഹം മറിച്ചും ഒന്നും അല്ല നടക്കുന്നത്. സൗദിക്കാർക്ക് വിവരം വെച്ചു, നേരം വെളുത്തു, സൗദിയിൽ ഈ സാധനത്തെ അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തില് മതഭ്രാന്തന്മാര് ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ദയനീയമാണ്. അപ്പൊ ഈ എന്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ കറുത്ത ഉപ്പായിട്ട് നടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ മാസം ഞാൻ കേരളത്തിൽ പോയിട്ട്, ഞാൻ നോർത്തിലോട്ട് അല്ല വടക്കൻ കേരളത്തിലോട്ടൊക്കെ പോയപ്പോൾ കാണും, അവിടെ എല്ലാം കറുത്ത രൂപങ്ങൾ നടക്കുകയാണ്. എന്തൊരു ദയനീയമാണ്. കേരളം പുറകോട്ടാണ് പോകുന്നത്, മതഭ്രാന്താണ്. ക്രിസ്ത്യാനികൾക്കും പിടിച്ചിട്ടുണ്ട്. കാരണം ഈ പണ്ടൊക്കെ ഈ ക്രിസ്ത്യാനികൾ അടുത്തുള്ള ഹിന്ദുവായിട്ടൊക്കെ സ്നേഹത്തിലും അവന്റെ അമ്പലത്തിൽ പോയി, ഇപ്പൊ അതെല്ലാം വിഗ്രഹാർപ്പിതാണെന്നും അവന്റെ ദൈവം പിശാചാണെന്നും ഒക്കെ ഉള്ള ഈ പെന്തക്കോസ്ത് രീതിയിലുള്ള പ്രസംഗങ്ങളാണ്. മണറാട് പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന 60% ഹിന്ദുക്കളാണ് വരുന്നത്. ആ പള്ളിയിൽ നിന്ന് ഇപ്പൊ സുവിശേഷമാണെന്ന് പറഞ്ഞ് ജീപ്പ് വെച്ച് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ച് മാനസാന്തരപ്പെടുകയെന്ന് ആ ദേശത്തുള്ള ആളുകളുടെ സ്വസ്ഥതയിലേക്ക് ഈ മൈക്ക് വെച്ച് പറയുക, മണനാട് പള്ളിയിൽ നിന്ന് വിടുക. അപ്പൊ അത്രയും വർഗീയമായ കാലുഷ്യം, അതായത് മുസ്ലിങ്ങൾക്ക് തീവ്രവാദം വരുന്നതോടൊപ്പം തന്നെ ആർക്കും വരുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും വരുന്നുണ്ട്, ഹിന്ദുക്കൾക്കും വരുന്നുണ്ട്. ഹിന്ദുക്കളും മൈക്ക് വെച്ച് വെല്ലുവിളിക്കാനും ഒക്കെ അവർ ചിലപ്പോൾ അളമുട്ടിയ ചേരം കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഹിന്ദുക്കൾ. ഇപ്പം 3 മതങ്ങളും തീവ്രവാദത്തിന്റെ വഴിയിലൂടെയാണ് നടക്കുന്നത്, ആണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ ഹിജാബ് എന്ന് പറയുന്നത് ഒരു അറബിക് കൾച്ചർ മാത്രമേ ഉള്ളൂ, അതായത് ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റി അല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയോ ഖുറാനോ എന്തെങ്കിലും ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ? ഉണ്ട്. ഈ ഹിജാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ പല കാര്യങ്ങളും പറയുന്നത് അതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അതിനെ ഡിറൈവ് ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കർണാടക കോടതിയുടെ വിധിയെ പറ്റി ഞാൻ പറഞ്ഞത്. 2022 അത് അങ്ങനെ അല്ലെന്ന് കോടതി വിധിച്ചു. അവൻ അപ്പീൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ 2 ജഡ്ജിമാരുടെ ബെഞ്ചിലാണ് വാദം കേട്ടത്. ഒരു ജഡ്ജി അല്ലെന്ന് വിധിച്ചു, മറ്റേ ജഡ്ജി സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് വിശാല ബെഞ്ചിലോട്ട് വിട്ടിരിക്കുകയാണ്. വിശാല ബെഞ്ചിന്റെ വിധി വരണം. അപ്പം ഈ ഇന്ത്യയുടെ സുപ്രീം കോടതി വിശാല ബെഞ്ച് വാദം കേട്ടിട്ട് ഈ ഹിജാബ് ആൻ എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ഇസ്ലാം എന്നുള്ളതാണ് വിഷയം. കോടതിയുടെ പരിഗണന ഇരിക്കുന്ന വിഷയമാണ്, നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കോടതി വിധി വന്നാൽ അത് ഇസ്ലാമിന്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് കാര്യങ്ങളെ പരിശോധിച്ചിട്ട് കോടതി വിധിച്ചാൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലാതെ വിധിക്കുന്ന അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് 1979 മുതല് വന്നിട്ടുള്ള ഒരു കാര്യം. അതിനു മുമ്പ് അത് യൂണിവേഴ്സലി ഇസ്ലാമിക് പ്രാക്ടീസോ അല്ലെ ഇസ്ലാമിന്റെ ഒരു മുഖമുദ്ര അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഏതായാലും സുപ്രീം കോടതി വരുമ്പം എല്ലാ ഡീറ്റെയിൽസും അവിടെ സമർപ്പിക്കും. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടേ സുപ്രീം കോടതി വിധി വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു 90% എസെൻഷ്യൽ പ്രാക്ടീസ് അല്ലെന്ന് വിധി വരാനാണ് സാധ്യത. ഓക്കെ, ഇത് ഒരു ഇസ്ലാം വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ, ക്രൈസ്തവർ നടത്തുന്ന സ്കൂളുകളിൽ ബോധപൂർവം ചില നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകൾ ബോധപൂർവം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു തോന്നലുണ്ടോ? അത് തോന്നലല്ല, ഫാക്ട് അല്ലേ, 100%. അതെന്ത് തോന്നലാന്നേ? അതെങ്ങനെ തോന്നലാന്നേ? അതാണ് യാഥാർത്ഥ്യം. അല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് പറയാനുള്ള അതിന്റെ ചില റീസണുകൾ എന്താണ്?
ഈ കൊച്ചു നേരത്തെ തൊട്ട് ഹിജാബ് ധരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ല കൊച്ചു സ്കൂളിൽ നമ്മള് ചേരാൻ ചെല്ലുമ്പോൾ ഇപ്പൊ കോടതിയായിട്ട് ബന്ധപ്പെട്ട കാര്യം നിൽക്കുന്നുണ്ട്, നമുക്ക് ആ കൊച്ചിന്റെ കാര്യം പറയണ്ട. പൊതുവെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതി. കാരണം അല്ല അത് ക്രൈസ്തവ അല്ല ഇതിപ്പം സ്കൂള് തുറന്നിട്ട് ഒക്ടോബർ മാസം ആകുമ്പോൾ പെട്ടെന്ന് ഹിജാബ് ധരിക്കണമെന്ന് തോന്നുക ഒക്കെ എന്ന് പറഞ്ഞ ആസൂത്രിതമാണ്. ഇതൊരു അല്ല ഞാൻ ജനശ്രദ്ധ. ചോദിക്കുന്നേ, ഓക്കെ, ഇന്ന് ഞാന് ഒരു മുസ്ലിമിന്റെ ഒരു വ്യക്തിയുടെ അവിടുത്തെ ആ പ്രിൻസിപ്പാൾ മേഡത്തെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ കണ്ടു. അപ്പൊ ആ മേഡത്തിന് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇംഗ്ലീഷ് നോക്കിയാണ് വായിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കളിയാക്കിയാണ്. അപ്പം സോഷ്യൽ മീഡിയ തുറന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾക്കെതിരെ ഒരു 90% മുസ്ലിങ്ങളും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന 90 അല്ല 100% പേരും ഈ ക്രൈസ്തവ മാനേജ്മെന്റിനെ അവഹേളിക്കുകയും ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെ അവഹേളിക്കുകയും ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുകയും ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വ്യക്തമായ ഒരു ടാർഗറ്റ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ തകർക്കുക, അവരുടെ ഡിസിപ്ലിൻ തകർക്കുക, അവരുടെ വിദ്യാഭ്യാസ നിലവാരം തകർക്കുക എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ട് 100% ഉണ്ട്. കാരണം ഈ കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കണമെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സോഷ്യൽ പ്രസൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ ഇല്ലാതാക്കണം. അപ്പൊ അതിന് ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാല്, ഇപ്പൊ വ്യാപാരത്തെ മുഴുവൻ മുസ്ലിങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. ഞാനത് തെറ്റെന്ന് പറയുന്നില്ല, ആർക്കും ഡെവലപ്പ് ചെയ്യാൻ അവരവരുടേതായ രീതി വളരുന്നു. പക്ഷേ ആശാസ്യകരമല്ലാത്ത പല ഉപായങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. കച്ചവടത്തിൽ പിന്നെ അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഏതായാലും ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികളുടേതായിരുന്ന പല മാർക്കറ്റുകളും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇപ്പൊ ആലുവ മാർക്കറ്റ് ഒരു കാലത്ത് ക്രിസ്ത്യാനികളുടേതായിരുന്നു. അതുപോലെ പെരുമ്പാവൂര് ഇപ്പൊ കംപ്ലീറ്റ് മുസ്ലിങ്ങളുടേതായി. അങ്കമാലി മാത്രമേ അപവാദമുള്ളൂ, കുറച്ച് ക്രിസ്ത്യൻ പ്രസൻസ് ഇപ്പോഴും അങ്കമാലിയിലുണ്ട്. അങ്കമാലി ആയിരുന്നു ആദ്യത്തെ ക്രിസ്ത്യൻ കേന്ദ്രം. പിന്നെ കോട്ടയം മാർക്കറ്റ്, കോട്ടയമൊക്കെ ഇപ്പം മിക്കവാറും കടകളൊക്കെ തന്നെ മുസ്ലിങ്ങളുടേതായി. അതുപോലെ തന്നെ വസ്തുക്കൾ, പിന്നെ റിയൽ എസ്റ്റേറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സ് ആയിരുന്നു ക്രിസ്ത്യൻസ്. ഇതിപ്പോ ക്രിസ്ത്യൻസ് തന്നെ ഒത്തിരി വിറ്റിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഹ്യൂജ് മൈഗ്രേഷനാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടക്കുന്നത്. ഹ്യൂജ് മൈഗ്രേഷൻ യങ്സ്റ്റേഴ്സ് പോകുന്ന മാത്രമല്ല, ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒത്തിരി പേര് ഈ മംഗലാപുരത്തോട്ടൊക്കെ മാറുന്നുണ്ട്. വസ്തു വിറ്റിട്ട് മംഗലാപുരത്തോട്ട് മാറുന്നുണ്ട്. ചില ആളുകളൊക്കെ ബാംഗ്ലൂരൊക്കെ ഫ്ലാറ്റ് എടുത്ത് പോകുന്നുണ്ട്. വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കലാണ് കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ. അതിനോടൊപ്പം പിന്നെ അവശേഷിക്കുന്നത് സ്ഥാപനങ്ങളാണ്. ആശുപത്രി, ഈ ആശുപത്രികൾക്കെതിരെ ഈ നേഴ്സുമാരുടെ സമരം ഉണ്ടാക്കിയത് തന്നെ ഒരു മുസ്ലിമാണ്. ഒത്തിരി കരിവാരത്തേക്ക് അപവാദം പറയുകയും അല്ല. കാരണം കേരളത്തിൽ ഈ ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ഈ ക്രിസ്ത്യാനികളുടെ മേൽക്കൈ കളയാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒരുപാട് ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. പുതുതായിട്ടൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ് തുടങ്ങിയിട്ടുണ്ട്. ഈ പിന്നെ ഹോസ്പിറ്റൽ വ്യവസായം ഇപ്പം ഏറെക്കുറെ ഈക്വൽ ആയിട്ട് മുസ്ലിങ്ങൾ കട്ടക്കട്ട പിടിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവർക്ക് തകർക്കേണ്ടത് വിദ്യാഭ്യാസ രംഗം ആണ് അവർക്ക് പിടിച്ചെടുക്കേണ്ടത്. അവർ സ്കൂളുകൾ വെക്കുന്നുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ സിസ്റ്റർമാരുടെ അർപ്പണബോധം, അവരുടെ പ്രതിബദ്ധത, കൃത്യനിഷ്ഠ, അച്ചടക്കം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹിന്ദുക്കളൊക്കെ എല്ലാവരും കത്തോലിക്ക സ്കൂളിൽ വിടാൻ പ്രിഫർ ചെയ്യുന്നവരാണ്. നോർത്ത് ഇന്ത്യ പോലും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടാൻ അവർ BJPയുടെ നേതാക്കന്മാർ പോലും അവിടെ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഹിന്ദുക്കളായിട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ആരും മതമൊന്നും മാറിയിട്ടില്ല. പക്ഷെ കത്തോലിക്ക സഭയുടെ സ്കൂളുകൾക്ക് ലോകവ്യാപകമായിട്ട്, ഈവൻ അമേരിക്ക പോലും കാത്തലിക് സ്കൂൾ എന്ന് പറയുമ്പോഴും ആളുകൾ ചാടി വീഴും. അത് വേൾഡ് വൈഡായിട്ട് കത്തോലിക്ക സഭയ്ക്കുള്ള ഒരു ബ്രാൻഡ് മൂല്യമാണ്. അപ്പൊ അതിനെ തകർക്കാനുള്ള നീചവും നിന്ദ്യവും കുൽസിതവും ആസൂത്രിതവും സമഗ്രവും സംഘടിതവുമായ ഒരു ഗൂഢാലോചനയും അതിന്റെ പരിണിതഫലവുമാണ് ഈ ഹിജാബ് വിഷയത്തിൽ കണ്ട യാതൊരു സംശയവുമില്ല. അത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള, അതിനകത്ത് ഒരു സംശയത്തിന്റെ ഒരു തലമുടി നാരി വർണ്ണത്തിൽ പോലും സംശയമില്ല. മനസ്സിലായോ? അത് കത്തോലിക്ക സഭയുടെ മൊറയിൽ തകർക്കുക, അതിന്റെ ഗുഡ്വില് തകർക്കുക, അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളുടെയും സമർപ്പിതരുടെയും പ്രവർത്തന വീര്യത്തെ തകർത്ത് കളയുക. അതായത് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ഒരാൾ മാനസികമായിട്ട് തകരും. ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ബില്ലി ഗ്രഹാം അമേരിക്കക്കാരനാണ്, ആ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നോ ഇല്ലയോ? സായിപ്പാ ജനിച്ചത് ഇംഗ്ലീഷ്. പക്ഷെ പുള്ളി ഒറ്റ പ്രസംഗം പോലും നോക്കാതെ പറഞ്ഞിട്ടില്ല, മുഴുവൻ പ്രസംഗം നോക്കി വായിക്കുക.
ഇംഗ്ലീഷ് അറിയാമല്ലോ ഇല്ലേ? ഈ നോക്കി വായിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മർദ്ദങ്ങൾ വരുന്ന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പറയുമ്പം എഴുതി പറയുന്നതാണ് കറക്റ്റ്. കാരണം നമ്മുടെ നാക്കുപഴ എപ്പം വേണേലും വരാം. നാക്കുപഴ വന്ന് തെറ്റ് പറഞ്ഞിട്ട് പിന്നെ അതെ കടന്ന് തൂങ്ങുന്നതിൽ നല്ലത് നോക്കി വായിക്കുന്ന തന്നെയാ. അപ്പൊ അവരോട് പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലും അബദ്ധം പറയിക്കാനുള്ള ഇവരുടെ പരിശ്രമങ്ങൾക്ക് തിരിച്ചടിയായി എഴുതിക്കൊണ്ട് വന്നത്. അപ്പൊ പിന്നെ ഇംഗ്ലീഷ് അറിയത്തില്ലെന്നായി. ഇംഗ്ലീഷ് അറിയത്തില്ല, പിന്നെ ഇംഗ്ലീഷ് വായിക്കുന്നത് എങ്ങനെയാ? എടാ, അമേരിക്ക ജനിച്ച ബില്ലി ഗ്രഹാം പ്രസംഗം എഴുതി വായിക്കായിരുന്നു. ഒരു പ്രസംഗം പോലും പുള്ളി സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ എഴുതുന്ന പുള്ളി തന്നെ പ്രസംഗം എഴുതിയിട്ട് പുള്ളി വായിക്കാം. കാരണം അത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ ഒരു അബദ്ധം വരണ്ട എന്നുള്ളതാണ്. അതൊന്നും ഒരു നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വേറെ പണി നോക്കിയാൽ മതി. അത് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാനത് കേട്ടപ്പോ എനിക്ക് വലിയ ഒരു വിഷമം തോന്നി. കാരണം എത്ര ബോധപൂർവമായിട്ടാണ് ഇവർ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങളെ കരിവാരി തേച്ച് അതിനെ വെല്ലുവിളിച്ച് അതിനെ തകർത്ത് ആ സ്ഥലത്തെല്ലാം ഇസ്ലാമിക സ്ഥാപനങ്ങൾ, ഇസ്ലാമിക് സ്കൂളുകൾ കൊണ്ടുവരാൻ അവരൊരു കിനാശേരിയെ സ്വപ്നം കാണുന്നുണ്ട്. ഒരു അൽ കേരളം അവർ സ്വപ്നം കാണുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഈ ഭരണവർഗം ഇപ്പൊ ഭരിക്കുന്ന ഇടതുപക്ഷം ഇപ്പം പിന്നെ ഇന്നലെ നമ്മുടെ മറുനാടൻ ചാനലിന്റെ അകത്ത് ഒരു വോയിസ് ഞാൻ കേട്ടു. ഒരാൾ വിളിച്ചു പറഞ്ഞതാണ്. അതായത് ഈ ഹിജാബ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിലെ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഇതിനെ വഴിതിരിച്ചു വിടാനാണ് എന്നുള്ളൊരു ആശയം ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. അതെന്തുമായിക്കോട്ടെ. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഈ SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതൊരു മത പാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ? അതിൻ്റെ അകത്ത് കുറച്ച് ക്രിസ്ത്യാനികളും കയറിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ SDPIയെ പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഉപയോഗിക്കുന്നുണ്ടോ? ഇത് ക്രൈസ്തവർക്ക് വേണ്ടി നിൽക്കുന്നതല്ല, ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ SDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടും SDP. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. SDP എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. അപ്പം SDP ഒക്കെ ചട്ടകങ്ങളായിട്ട് രണ്ടു കൂട്ടരും ഉപയോഗിക്കുന്നുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക് ഇൻഫ്ലുവൻസിൽ നിന്ന് മോചിതമായ ഒരു പ്രവർത്തനമൊന്നും അല്ല ഇടതുപക്ഷത്തിൻ്റെത്. ഹൈലി ആൻഡ് തർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇസ്ലാമിക് ഫോഴ്സസ്. വളരെ ഒബ്വിയസ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. അത് കേരളത്തിൽ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും മുസ്ലിങ്ങൾക്ക് സ്വാധീനമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ DYFIയുടെയോ ഒക്കെ നേതൃനിര നോക്ക്, അവിടെ എല്ലാം എമർജിംഗ് ലീഡർഷിപ്പ് മുഴുവൻ മുസ്ലിം. മനസ്സിലായോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രാഹുൽ മാങ്കൂട്ടവും ചാണ്ടി ഉമ്മനും ഒക്കെ വെട്ടേറ്റ് നിരത്ത് വീഴുകയാണ്. അപ്പൊ അതവര് മേക്ക് ഷുവർ ചെയ്യും. അത് ഏത് അത് ബോധപൂർവമാണോ? ബോധപൂർവമാണ്. പക്ഷെ അവർ പറയും, അയ്യോ അതങ്ങനെ അല്ലല്ലോ, അത് യാദൃശ്യമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരുപാട് ന്യായീകരണങ്ങൾ പറയും. ഇത് ലോകം മുഴുവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു കാര്യങ്ങളാണ്. പക്ഷേ അതിന് സന്ദർഭത്തിനൊത്ത് ഉയരാനോ ചിന്തിക്കാനോ ഉള്ള കഴിവ് കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ കഴിവില്ല. അപ്പൊ കഴിവില്ല, ഞങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് അടങ്ങിയിരിക്കണം എന്ന് പറയുന്നത് ന്യായമാണോ? ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ മതം വളർത്തുക, അവരുടെ സ്വാധീനം വളർത്തുക എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് അവർ ഒളിച്ചു വെക്കുന്നില്ലല്ലോ. അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. അയ്യോ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, അയ്യോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? അത് ന്യായമാണോ? അപ്പൊ ഇസ്ലാമിന്റെ ഇസ്ലാം ഒരു മുസ്ലിമായ വ്യക്തി ഒരു മന്ത്രിയാകുകയാണ്. മുസ്ലിങ്ങളായ ഒരു 20 പേർക്ക് പുള്ളി ജോലി കൊടുക്കുകയാണ്. ഇപ്പൊ KM ഷാജിയുടെ പ്രസംഗം കേട്ടോ, മതമാണ് എന്റെ ശ്വാസം. അപ്പൊ അത് ശരിയാണ്, പുള്ളി അന്തസ്സറിനെ പുള്ളി പറയാണ്. അപ്പൊ ആ പുള്ളിക്ക് ഒരു മന്ത്രി കൊല്ലായി കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? മുസ്ലിങ്ങൾക്ക് അനുകൂലം വരുന്ന പല നയങ്ങളും ചെയ്യും, തീരുമാനങ്ങൾ എടുക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ചെയ്യരുതെന്ന്? പറ്റുമോ? അവരങ്ങനെ ചെയ്യും. അവരതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അവര് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്ത് എന്താണ് അസ്വാഭാവികതയുള്ളത്? അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ മുസ്ലിങ്ങള് സെക്യുലർ ആയിട്ട് ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ദേ ക്യാൻ ഡു ദാറ്റ്. നമ്മൾ ചുമ്മാ അങ്ങ് സ്വപ്നം കാണുകയാണ്.
അവരൊക്കെ സെക്യുലർ ആയിട്ട് ആക്ട് ചെയ്യുക. അതിങ്ങനെ അവർ സെക്യുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെക്യുലറിസം ഈസ് എ ക്രിസ്ത്യൻ ഐഡിയ. ക്രിസ്ത്യാനിറ്റി പ്രൊവൈഡ് ചെയ്ത വാക്കാണ് സെക്യുലറിസം. ആ ആശയവും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വന്നതാണ്. മതനിരപേക്ഷമായിട്ട് എല്ലാവരെയും കാണുക. അപ്പൊ സെക്യുലറായി, മോർ സെക്യുലറായി ക്രിസ്ത്യാനികൾക്ക് ലോകം മുഴുവൻ അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ ഭൂമികകളൊക്കെ നഷ്ടപ്പെട്ടു, രാജ്യങ്ങൾ നഷ്ടപ്പെട്ടു, സംസ്കാരം നഷ്ടപ്പെട്ടു, സ്വാധീനം നഷ്ടപ്പെട്ടു, ഐഡന്റിറ്റി വരെ നഷ്ടപ്പെട്ടു. കേരളവും വേറെ വ്യത്യസ്തമായിട്ടൊന്നും ആ വഴിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിറ്റിക്ക് അതിനെ തടഞ്ഞു നിർത്താനുള്ള യാതൊരു സംവിധാനവും ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഈ ഇസ്ലാം വൽക്കരണത്തെ തടയിടാൻ പറ്റിയ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? കേരളത്തെ സംബന്ധിച്ച് ഇല്ല. കേരളത്തെ ഡെമോഗ്രഫി നമ്മൾ പരിശോധിക്കുമ്പം അവര് വളരെയധികം നമ്പേഴ്സ് കൂടുതലാണ്. മനസ്സിലായോ? അപ്പം നോ വേ, അത് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഇറ്റ് വിൽ കം. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. എത്ര വർഷത്തിനുള്ളിൽ കേരളം ഒരു ഇസ്ലാമിക് രാജ്യമാവും എന്നാണ് പാസ്റ്ററുടെ ഒരു നിഗമനം? 15 വർഷം. 15 വർഷം കൊണ്ട് കേരളം ഒരു ഇസ്ലാമിക് രാജ്യമാവും. 100%. അപ്പൊ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തായിരിക്കും? അതൊന്ന് 1, 2, 3, 4 എന്ന രീതിയിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഭവിഷ്യത്തൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഭവിഷ്യത്ത് തന്നെ കേരളം പഴയ പോലെ തന്നെ ആയിരിക്കും. പിന്നെ ബാക്കി ആളുകൾ ഇച്ചിരി കൊടി താത്തു വെച്ച് നടക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? അല്ല, ശരിയത്ത് നിയമം, അവരുടെ നിയമം അവര് അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരുമോ? ശരിയത്ത് നിയമം ഒന്നും നടപ്പാക്കാനൊന്നും പറ്റത്തൊന്നും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കല്ലേ. സോവറിൻ റിപ്പബ്ലിക് ആയിട്ട് ഇന്ത്യ നിൽക്കുമ്പം പാർട്ട് ഓഫ് ഇന്ത്യ ആണ് കേരളം. അല്ല, ഇന്ത്യയിൽ നിന്ന് അത് വിഘടിച്ചു പോകണം. കേരളം സ്വതന്ത്ര രാജ്യമൊക്കെയാണ്. അതൊക്കെ വിഘടനവാദവും അത് എത്രത്തോളം സാധിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ മത തീവ്രവാദികളുടെ ഇപ്പം തന്നെ ഈ ഗാസയിലൊക്കെ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മത തീവ്രവാദികൾ ഇരിക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ പ്രദേശങ്ങളൊക്കെ അങ്ങനെ ആയി മാറാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ കരുത്തുള്ള ഒരു ഭരണാധികാരി ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി ഒക്കെ സുസജ്ജമായിരിക്കുമ്പോൾ അത് സംഭവിക്കുകയല്ല. അത് സംഭവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു അത്യാഗ്രഹമേ ഉള്ളൂ. അങ്ങനെയൊക്കെ നടപ്പാക്കാൻ നോക്കി. അപ്പം ഇപ്പോ ആശുപത്രി മേഖലകൾ അവർ കൈയടക്കിയിരിക്കുന്നു. ആ നേഴ്സുമാരുടെ സമരം ഒരു ബോധപൂർവമായ ഒരു സമരമായിരുന്നു. അതൊരു മുസ്ലിമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പാസ്റ്റർ പറഞ്ഞു. അത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനോ ഹൈന്ദവ സമൂഹത്തിനോ ഈ വിഷയത്തെക്കുറിച്ച് വല്ല ബോധവൽക്കരണം ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? എന്ത് ബോധവൽക്കരണം? അല്ല, അവരെന്താ ഹിന്ദു പേരുള്ള ആളുകളല്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് ഈ മുസ്ലിം ലീഗിന് ഓശാന പാടിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ തിന്നുകൊടുത്ത നായ്ക്കൾ മാത്രമാണ് ഈ രാഷ്ട്രീയക്കാർ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് സത്യസന്ധതയോ ഉത്തരവാദിത്വമോ പ്രതിബദ്ധതയോ ദീർഘവീക്ഷണമോ ഒന്നുമില്ല. അങ്ങനെയുള്ള നേതാക്കന്മാർ നമുക്ക് ഇന്നില്ല. ദീർഘവീക്ഷണം എന്ന് പറയുന്നതാണ് ഒരു നേതാവിന് വേണ്ടിയ ക്രാന്തദർശിത്വം എന്നാണ് അതിന്റെ നല്ല മലയാളം. അപ്പൊ ഇന്ന് ക്രാന്തദർശിയായ ഒരു ലീഡർ കേരളത്തിൽ ഇല്ല. പിന്നെ പറയാണ് ക്രാന്തദർശിയായ ഒരു ലീഡർ കേരളത്തിൽ ഇല്ല. അതാണ് കേരളത്തിന്റെ ദുര്യോഗം. അപ്പൊ അതുകൊണ്ട് പിന്നെ വരുന്ന അനുഭവിക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെ കാര്യഗൗരവമായിട്ട് തന്നെ പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞ ചിന്തകൾ ഇത് തന്നെയാണ്. ഇസ്ലാം വൽക്കരണം കേരളത്തിൽ ശക്തമാകുന്നു. SDP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കയറി വരികയും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് വിചാരിച്ചപ്പോൾ 27 വർഷം പഴക്കമുള്ള ഒരു സ്കൂള് 2 ദിവസത്തേക്ക് അടച്ചിടാനായിട്ട് സാധിച്ചു. അതൊരു നിസാര കാര്യമല്ല. അത് മാത്രമല്ല, ആ പ്രശ്നം തീർന്നു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് അത് മന്ത്രി തന്നെ അത് കുത്തിപ്പോക്കി അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റി. ഈ മന്ത്രി ഇതിന്റെ അകത്ത് ഒരു വലിയ ഇടങ്കോലിട്ടു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ബീരാൻകുട്ടി അല്ലേ? അല്ല, വി ശിവൻകുട്ടി. ശിവൻകുട്ടി. പുള്ളിയുടെ പ്രവൃത്തി കണ്ട ബീരാൻകുട്ടിയാന്ന് തോന്നുന്നു.
അല്ല ഇത് ആ. ഇനി അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് നിർത്താം. ഞാൻ ചോദിക്കുന്നത് ഇത് ഈ സ്കൂളുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ് ഇല്ലേ? കാരണം ഒരു മാനേജ്മെന്റ് സ്കൂളിന് അവർക്ക് യൂണിഫോം തീരുമാനിക്കാനും, ഇപ്പൊ നാളെ ഒരു കുട്ടി പറയാണ് ഞാൻ തൊപ്പി വെച്ചോണ്ട് വരും. ഇപ്പൊ നാളെ ജൈന മതത്തിൽപ്പെട്ട ഒരാൾ പറയാണ്, ഒരാൾ വന്നിട്ട് പറയാണ് എന്റെ കുട്ടി അവന്റെ തുണി ഉടുക്കാതെയാണ് സ്കൂളിൽ വിടുകയുള്ളൂ, അത് ഞങ്ങളുടെ മതത്തിന്റെ നിയമമാണ്. അടുത്ത ഒരാൾ പറയാണ് എന്റെ മതത്തിന്റെ വസ്ത്രം കാവ്യ വസ്ത്രമാണ്, ഞാൻ ഷാള് പൊതിച്ചോണ്ടേ വരികയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ പറയാം ഞാൻ നെറ്റിയിൽ നീളമുള്ള കുറി വരച്ചോണ്ടേ വരികയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്കൂളിന് അല്ല മുമ്പോട്ട് അത് പോകാനായിട്ട് സാധിക്കും. വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഹിന്ദുക്കൾക്ക് വേണേ ശൂലം പിടിച്ചോണ്ട് പോവാ, അറിയോ? അറിയില്ല. അല്ല, അവര് ശൂലം ഇല്ലേ, ശൂലം കാവി ആ പകപ്പെട്ട് ശൂലം പിടിച്ചാ വരുന്നെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു ശൂലം ഞങ്ങളുടെ പിള്ളേർ പിടിക്കും. ഉം. ആ, ഹിന്ദുക്കളുടെ സാധനമല്ലേ ശൂലം, തൃശൂലം. അതെ. ഹിന്ദു പിള്ളേരെല്ലാം തൃശ്ശൂരായിട്ട് വന്നാൽ എന്ത് ചെയ്യും? തടയാൻ പറ്റുമോ? മതചിഹ്നല്ലേ. അതെ. അല്ല ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ, അതോ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവമായി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ? സഹോദരൻ, ഇതിനകത്ത് നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ സ്പ്രെഡ് ആകുന്നതോടുകൂടെ ഇസ്ലാം തകർന്നടിയും. ഇസ്ലാമിനൊന്നും നിലനിൽക്കാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ഇസ്ലാമിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. പൊളിഞ്ഞു പാളീസായി പോകും. എഡ്യൂക്കേഷൻ ഇതിനെ മുഴുവൻ തകർത്ത് കളയും. ഇപ്പൊ നിങ്ങൾ ഓർക്കും എഡ്യൂക്കേറ്റഡ് ഇസ്ലാം മുസ്ലിമിലുണ്ട്, അതൊന്നുമല്ല. അടുത്തായിട്ട് വരാൻ പോകുന്നത് ഈ നോളജ് എക്സ്പ്ലോഷനാണ്. ഒരു 2030 കഴിയുമ്പോൾ ഒരു നോളജ് എക്സ്പ്ലോഷനാണ്. ആ നോളജ് എക്സ്പ്ലോഷൻ ഇസ്ലാം തകർന്ന് തരിപ്പണായി പോകും, പിന്നെ കാണില്ല. ഇസ്ലാം തന്നെയല്ല, എല്ലാ മതങ്ങളും തകർന്നു പോകും, ഒരു മതവും കാണില്ല. അല്ല അതിന്റെ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ സമൂഹം തന്നെ, ഇപ്പൊ പെന്തക്കോസ്ത് സമൂഹം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ചെറുപ്പക്കാരായിട്ടുള്ള എന്റെ മകൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറഞ്ഞു, ഞാനിപ്പോ വേറെ ആരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ. എന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കാര്യത്തോട് താല്പര്യമില്ല. ഇവരുടെ ഇടയിലൊക്കെ എന്തുമാത്രം ആളുകൾ ശ്വാസം മുട്ടി നിൽക്കുന്നുണ്ടെന്ന് അറിയും. അവരെല്ലാം സ്വാതന്ത്ര്യം. ഇപ്പൊ തന്നെ ഇറ്റലിയില് അവർ പറഞ്ഞല്ലോ മുസ്ലിം പെൺകുട്ടികളെ മോചിപ്പിക്കുക. കാരണം അവരിൽ നിന്ന് സീക്രട്ട് സർവേ എടുത്തിട്ടാണ്. മുസ്ലിം പെൺകുട്ടികളുടെ സീക്രട്ട് സർവേ എടുത്തപ്പോ അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിടാൻ താല്പര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സൂപ്പർ മാർക്കറ്റ് വെച്ച് ഒരു മുസ്ലിമിന്റെ ഭാര്യ, അവൻ നല്ല ടീഷർട്ട് കേട്ട് ഇവളെ പൊതിഞ്ഞിട്ടിരിക്കുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് റിലീജിയസ് സൈൻ ആണുങ്ങൾക്ക് വേണ്ടേ? ഇവിടെ അമേരിക്കാണ്ട് അവനൊന്നും പറയാൻ പറ്റില്ല. എന്റെ ആരെ തോക്കൊണ്ടോ ഇല്ലെന്ന് അവൻ അറിയത്തില്ലല്ലോ. മര്യാദയ്ക്ക് മറുപടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ പുള്ളിക്കാരത്തേക്ക് മാത്രം മതിയോ? അപ്പൊ അവൻ കേൾക്കത്തില്ലേ. ഞാൻ നേരിട്ട് ചോദിച്ചു, നാണമില്ലേ ഈ പെണ്ണുങ്ങളെ മാത്രം പൊതിഞ്ഞിട്ടുണ്ട്, നീയും ചാക്കക്കയറി നടക്കണ? അവനെ മിടുക്കനായിട്ട് ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കുക, ഇവിടെ പൊതിഞ്ഞിട്ടിക്കൊണ്ട് നടക്കുക. അപ്പൊ അതൊക്കെ പറഞ്ഞോ, ഈ പെണ്ണുങ്ങൾക്കൊന്നും അത് ഇഷ്ടമൊന്നുമല്ല. അവരുടെയൊക്കെ ഉള്ളിൽ അത് രജിസ്റ്റർ ആയിട്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് സീക്രട്ട് സർവേ എടുത്തപ്പോൾ ഭൂരിപക്ഷം പെണ്ണുങ്ങളും അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇറ്റലിയിൽ അത് നിരോധിച്ചു. കാരണം മതം ഇവരെ ബന്ധിക്കുമ്പോൾ സ്റ്റേറ്റ് അവരെ മോചിപ്പിക്കുകയാണ്. മതം അവരെ ബന്ധിക്കുമ്പോൾ സ്റ്റേറ്റ് അവരെ മോചിപ്പിക്കും. സോ അതുകൊണ്ട് ലെറ്റ് us hope for the best. നമുക്ക് ഈ സെഷൻ നിർത്താം. താങ്ക് യു സാജിദ് പാഷ. ഒത്തിരി നാൾ കൂടി വളരെ നന്ദി. ഇത്രയും സമയം ഈ വിഷയത്തെ കുറിച്ച് 2 വിഷയങ്ങൾ പ്രധാനമായിട്ട് പ്രതികരിച്ചു. ഈ ചേപ്പാട് കുരിശുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടും. എന്തായാലും വളരെയധികം നന്ദി. വളരെ ദീർഘനാളുകൾക്ക് ശേഷം ഷിബു പാസ്റ്ററിനെ ഒന്ന് കാണാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. നമുക്കിനി അടുത്ത വിഷയങ്ങളുമായി പിന്നീട് നമുക്ക് ബന്ധപ്പെടാം. അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം. ഇത്ര സമയം ഈ വിഷയത്തെ സംസാരിച്ചപ്പോൾ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഷിബു പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു.